Hello, good afternoon. Good afternoon, ma'am. Good afternoon. Good afternoon, ma'am. Okay, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? റെഡി ആയോ? വന്നവരൊക്കെ റെഡി ആയോ? വരാത്തവർ റെഡി ആക്കിയല്ല. ഓക്കെ, സോ ലെറ്റ് സ്റ്റാർട്ട്. നമ്മള് കഴിഞ്ഞ ദിവസം ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ ഏകദേശം ലാസ്റ്റ് പോർഷൻസിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു നിർത്തിയത് എംപ്ലോയി ട്രെയിനിങ്, ആ ഒരു കുഞ്ഞു പാരഗ്രാഫ് എന്താണെന്ന് പറഞ്ഞിരുന്നു. റൈറ്റ്, അവിടെ പറയാമോ? ഓക്കെ അല്ലേ? Okay. ആണോ ഇല്ലേ? Okay, ma'am. ഓക്കെ ആണ്. എന്താണ് അഞ്ജന സൗണ്ടുകൾ എത്തണില്ലല്ലോ? Okay, ma'am. ശരി ശരി, ഇപ്പൊ ക്ലിയർ ആയി. ഞാനേ സൗണ്ട് ക്ലിയർ ആണോ എന്നൊക്കെ ചെക്ക് ചെയ്തതാണ് നിങ്ങളുടെ ഒരു റെസ്പോൺസ് നോക്കിയിട്ട്. അപ്പൊ ഞാൻ അങ്ങോട്ട് പറയുന്നത് നിങ്ങൾക്ക് ഓഡിബിൾ ആകുന്നുണ്ട്, അതുപോലെ നിങ്ങൾ ഇങ്ങോട്ട് പറയുന്നത് എനിക്ക് ഓഡിബിൾ ആകുന്നുണ്ട് എന്ന് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഗുഡ് ആഫ്റ്റർനൂനും അതുപോലെ തന്നെ ഇവിടെ വരെയല്ലേ എടുത്തേ അതിന്റെ ഒരു മറുപടി കിട്ടാൻ വേണ്ടി നോക്കിയിരിക്കണേ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഓൺമ്യൂട്ട് കൊടുക്കുള്ളൂ കേട്ടോ. അപ്പൊ നിങ്ങൾ കേൾക്കുന്നുണ്ട്, നിങ്ങളെ എനിക്കും കേൾക്കാൻ പറ്റുന്നുണ്ട് എന്ന് കൺഫേം ചെയ്യണം. ഓക്കെ, യെസ്. നമ്മൾ എംപ്ലോയി ട്രെയിനിങ് എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്കിലാണ് പറഞ്ഞു നിർത്തിയത്. ട്രെയിനിങ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ പ്രോഗ്രാംഡ് ബിഹേവിയർ അല്ലെ? ഒരു പ്രോഗ്രാംഡ് ബിഹേവിയർ ആണ്. ഓക്കെ, ഒരു പ്രോഗ്രാംഡ് ഓക്കെ, ഒരു ലേണിംഗ് ഒരു എന്താ പറയാ സീരീസ് ആണ് നമുക്ക് പറയാം അല്ലെ? നമ്മളുടെ ട്രെയിനിങ് എന്ന് പറയുന്നത് വെച്ചാൽ നമ്മളിപ്പോ ഏതെങ്കിലും ഒരു കാര്യത്തെ കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുക, ആപ്ലിക്കേഷൻ ഓഫ് നോളജ് ആണ്. ഇപ്പൊ എന്തെങ്കിലും ഒരു ജോലി നമുക്ക് കിട്ടിക്കഴിയുമ്പോൾ അതിന് ട്രെയിനിങ് തരുന്നുണ്ട് അല്ലെ? ആദ്യം തന്നെ അങ്ങോട്ട് കയറിയിട്ട് ചെയ്തോളാൻ പറയുകയല്ല അല്ലെ? ഇപ്പൊ ഡോക്ടേഴ്സ് ആകുന്നവര് അത് പഠിച്ചു കഴിഞ്ഞു അപ്പൊ തന്നെ, അതുപോലെ നഴ്സിംഗ് ആണെങ്കിൽ അത് പഠിച്ചു കഴിഞ്ഞു അപ്പൊ തന്നെ, അല്ലെങ്കിൽ ടീച്ചേഴ്സ് അതിന്റെ ക്വാളിഫിക്കേഷൻ ഒക്കെ സർട്ടിഫിക്കറ്റ് കിട്ടിയപ്പോ തന്നെ ട്രെയിനിങ്, അവർക്കൊരു ട്രെയിനിങ് പീരീഡ് ഉണ്ട്. ആ ട്രെയിനിങ് പീരീഡിന് അതുകൂടി കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ they will gain practical knowledge. അവർക്ക് എന്ത് കിട്ടും? ഒരു പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു നോളജ് കൂടി കിട്ടുന്നുണ്ട്. അപ്പൊ ആ ഒരു പ്രാക്ടിക്കൽ നോളജ് കൂടി കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഒരു ലേണിംഗ് സീരീസ് ആണ് എന്ന് വിളിക്കുക നമ്മുടെ എംപ്ലോയി ട്രെയിനിങ് എന്ന് പറയാം. ഈ എംപ്ലോയി ട്രെയിനിങ്ങിലൂടെ വാട്ട് ഈസ് ദ ഓർഗനൈസേഷൻ എയിമിംഗ്? എന്താണ് ഒരു ഓർഗനൈസേഷൻ ഈ ട്രെയിനിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഒന്നാമത്തേത് ടു ഇൻക്രീസ് ദ പെർഫോമൻസ് ഓഫ് ദ എംപ്ലോയി. എംപ്ലോയിയുടെ പെർഫോമൻസ് റിഫൈൻ ചെയ്യുക അല്ലെങ്കിൽ ഇൻക്രീസ് ചെയ്യുക അല്ലെ? അവർക്ക് നല്ല കഴിവുണ്ട്, പക്ഷെ അതിനെ ഒന്നുകൂടി നമ്മുടെ ഓർഗനൈസേഷന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി അവരെ കൊടുക്കുക. ഇപ്പൊ എനിക്ക് എന്താ പറയാ ടീച്ചിങ് കപ്പാസിറ്റി ഉണ്ട്, പക്ഷേ ഇവിടുത്തെ ഈ ഓർഗനൈസേഷനിലെ ടീച്ചിങ് ഏത് രീതിയിലാണ്, അതെങ്ങനെയാണ് നടത്തേണ്ടത്? ഇപ്പൊ സ്കൂളുകളിൽ പോയി കോളേജിൽ പോയിട്ട് നമ്മൾ ഫേസ് ടു ഫേസ് ഓഫ്ലൈൻ ക്ലാസ്സുകൾ എടുക്കുന്ന രീതി വേറെ, അതുപോലെ ആ രീതിയല്ല ഇവിടെ ഓൺലൈൻ ക്ലാസ്സുകൾക്ക്. സോ ആ ഒരു രീതിയിലേക്ക് നമുക്ക് ട്രെയിനിങ് വേണം. അല്ലാതെ നമുക്ക് ടീച്ചിങ്ങിനുള്ള കപ്പാസിറ്റിയും നോളജും ഒക്കെ ഉണ്ട്, പക്ഷെ കൂടാതെ ഈ ഒരു ഓർഗനൈസേഷൻ, ഏത് ഓർഗനൈസേഷനിൽ നമ്മൾ വർക്ക് ചെയ്യുന്നു അവിടുത്തെ കാര്യങ്ങൾക്ക് അനുസൃതമായിട്ട് ആ ഒരു കാര്യങ്ങൾക്ക് ബേസ് ചെയ്തിട്ട് അവിടുത്തെ കാര്യങ്ങൾ നോളജൊക്കെ നമുക്ക് പ്രാക്ടിക്കലാക്കി മനസ്സിലാക്കുക, അത് എന്നിട്ട് കൂടി ഇൻക്രീസ് ചെയ്യുക. ആൻഡ് ടു അറ്റൈൻ ദ കറന്റ് ഓർ ദ ഡിസൈർഡ് ജോബ്, ഏതാണോ നമ്മൾ ആഗ്രഹിക്കുന്നത്, ഓർഗനൈസേഷൻ എന്താണോ ആ എംപ്ലോയിൽ നിന്ന് ആഗ്രഹിക്കുന്നത്, ആ ഒരു റിസൾട്ട് കിട്ടാൻ വേണ്ടി അവരെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള അറിവുകൾ പകർന്നു കൊടുക്കുക. ദാറ്റ്സ് കോൾഡ് ട്രെയിനിങ്. അതാണ് ട്രെയിനിങ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ട്രെയിനിങ്ങിന്റെ പർപ്പസ് അതാണ്. അതായത് നമ്മുടെ എംപ്ലോയീസിന്റെ പെർഫോമൻസ് ഇൻക്രീസ് ചെയ്യുക, അതുകൊണ്ടൊപ്പം തന്നെ കറന്റ് ജോബിൽ നിന്ന് നമ്മുടെ ഇന്റന്റഡ് ജോബിലേക്ക്, എന്താണോ ഓർഗനൈസേഷൻ ആഗ്രഹിക്കുന്നത് ആ ലെവലിലേക്ക് എംപ്ലോയിനെ ഉയർത്തുക. ക്ലിയർ ആയോ? അതാണ് നമ്മുടെ
എംപ്ലോയി ട്രെയിനിങ് കൊണ്ടുള്ള ഉദ്ദേശം. മനസ്സിലായോ? സോ വൈ ഗിവിംഗ് ട്രെയിനിങ് ടു ദ എംപ്ലോയീസിന് ട്രെയിനിങ് കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ എന്തൊക്കെ ഗുണങ്ങൾ അതിനുള്ളത്? ഇറ്റ് ഇൻക്രീസസ് ദ പ്രൊഡക്ടിവിറ്റി ഓഫ് ദ ഓർഗനൈസേഷന്റെ ഉത്പാദനക്ഷമത വർദ്ധിപ്പിക്കാൻ പറ്റും. എന്ന് വെച്ചാൽ നല്ല ട്രെയിൻഡ് ആയിട്ടുള്ള എംപ്ലോയീസ് ഒരു ഓർഗനൈസേഷനിൽ ഉണ്ടാകുമ്പോൾ എന്ത് പറ്റും? അവിടുത്തെ എംപ്ലോയീസ് നല്ല രീതിയിൽ പെർഫോം ചെയ്യും അല്ലെ? ട്രെയിനിങ് കിട്ടുന്ന എംപ്ലോയീസ് നല്ല രീതിയിൽ പെർഫോം ചെയ്യും. അപ്പൊ ഓവറോൾ ഓർഗനൈസേഷന്റെ ഉത്പാദനക്ഷമത വർദ്ധിക്കും. അതുപോലെ തന്നെ ഓർഗനൈസേഷന്റെ ക്ലൈമറ്റ് എന്ന് വെച്ചാൽ എന്താ? ഓർഗനൈസേഷന് വേണ്ടി മാത്രം ഒരു ക്ലൈമറ്റ് ഉണ്ടോ? അല്ല. ഓർഗനൈസേഷനിൽ ജോലി ചെയ്യുന്ന എംപ്ലോയീസ് പരസ്പരം മാനേജ്മെന്റുമായിട്ടുള്ള ബന്ധങ്ങൾ, ഈ റിലേഷൻസ് ഒക്കെ നല്ല രീതിയിൽ സ്മൂത്ത് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റും. മനസ്സിലായോ? അതോടൊപ്പം തന്നെ ടു ഇംപ്രൂവ് ദ ഹെൽത്ത് ഓഫ് ദ എംപ്ലോയീസ്, അതുപോലെ തന്നെ നമ്മുടെ എംപ്ലോയീസിന്റെ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യാൻ, അതിന് സേഫ് ആക്കാൻ ഉള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നടക്കും. ആൻഡ് ഓൾസോ ഒബ്സർവൻസൻസ് ആൻഡ് പേഴ്സണൽ ഗ്രോത്ത്, നമ്മളുടെ വ്യക്തിപരമായ വളർച്ച ഇൻക്രീസ് ചെയ്യാൻ, അതിന് തടസ്സം നിൽക്കുന്ന എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പ്രിവെന്റ് ചെയ്യാൻ, ഇങ്ങനെയുള്ള നേട്ടങ്ങൾ കൂടി എംപ്ലോയിനെ ട്രെയിൻ ചെയ്യുന്നത് കൊണ്ടുണ്ട്. അപ്പൊ എംപ്ലോയിനെ ട്രെയിൻ ചെയ്യുന്നതിന്റെ പ്രധാനപ്പെട്ട പർപ്പസുകൾ, പ്രാഥമികമായിട്ടുള്ള ലക്ഷ്യങ്ങളാണ് ആ പറഞ്ഞിരിക്കുന്നത്. ഇൻക്രീസ് പ്രൊഡക്ടിവിറ്റി, ടു അപ്ഗ്രേഡ് ക്വാളിറ്റി, ടു എന്താ പറയുക, ഫുൾഫിൽ ഫ്യൂച്ചർ ഓർഗനൈസേഷണൽ നീഡ്സ്, ഓർഗനൈസേഷൻ്റെതായിട്ടുള്ള ആവശ്യങ്ങൾ നിറവേറ്റുക, ഇംപ്രൂവ് ദ ഓർഗനൈസേഷൻ ക്ലൈമറ്റ്, ഓർഗനൈസേഷന്റെ ക്ലൈമറ്റ് വർദ്ധിപ്പിക്കുക, അതോടൊപ്പം തന്നെ ഇംപ്രൂവ് ഹെൽത്ത് ആൻഡ് സേഫ്റ്റി, എംപ്ലോയീസിന്റെ ഹെൽത്തും സേഫ്റ്റിയും ഒക്കെ ഉറപ്പുവരുത്തുക. ആൻഡ് ഓൾസോ ഒബ്സോൾസൻസ് പ്രിവെന്റ് ചെയ്യുകയും ഇംപ്രൂവ് പേഴ്സണൽ ഗ്രോത്ത്, അതായത് നമ്മൾ പേഴ്സണൽ ഗ്രോത്ത് ആണ് ഉദ്ദേശിക്കുന്നത്. വ്യക്തികളുടെ, അതായത് എംപ്ലോയീസിന്റെ എന്താ പറയാ, വ്യക്തിപരമായിട്ടുള്ള ഉയർച്ച, അതോടൊപ്പം തന്നെ അതിന് തടസ്സം നിൽക്കുന്ന എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇല്ലാതാക്കുക. ഇതെല്ലാം നമ്മളുടെ എംപ്ലോയീസ് ട്രെയിനിങ് കൊണ്ട് ഉദ്ദേശിക്കുന്ന കാര്യങ്ങളാണ്. ക്ലിയർ ആയോ? ആ ഒരു പാരഗ്രാഫ് പറഞ്ഞു കഴിഞ്ഞതായിരുന്നു. വൺസ് അഗെയിൻ ഞാൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. കുറച്ചു പേരൊക്കെ വൈകിയാണ് ക്ലാസ്സിൽ ജോയിൻ ചെയ്തത്. അതിനകത്ത് ഫസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. പിന്നത്തെ അണ്ടർലൈൻ ചെയ്തത് പ്രൈമറി പർപ്പസ് ഓഫ് ട്രെയിനിങ് എന്ന് പറഞ്ഞിട്ട് ആ പേഴ്സണൽ ഗ്രോത്ത് വരെ അണ്ടർലൈൻ ചെയ്തു. പ്രൈമറി പർപ്പസ് ഓഫ് ട്രെയിനിങ് ആർ to increase productivity, upgrade quality, help organization to fulfill its future needs, to improve organizational climate, to improve health and safety. അതൊക്കെ ചെയ്തു. ഓക്കെ, യെസ്. ഇനി എന്തൊക്കെയാണ് ഈ ട്രെയിനിങ്ങിന്റെ പ്രോഗ്രാമിൽ ഉൾപ്പെടുന്ന സ്റ്റെപ്പുകൾ നോക്കാം നമുക്ക്. എന്തൊക്കെയാണ് ഇപ്പൊ ട്രെയിനിങ് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ നടപടികളാണ് സ്വീകരിക്കേണ്ടത് എന്ന് വെച്ചാൽ, വെറുതെ നമ്മുടെ എംപ്ലോയീസിനെ വിളിച്ചിട്ട് കുറെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നു, പഠിപ്പിക്കുന്നു, അറിവ് പകർന്നു കൊടുക്കുന്നു, പ്രാക്ടിക്കലാണ്. പക്ഷെ അതല്ല, ഇതിന് വേണ്ടിയിട്ടൊരു പ്രിപ്പറേഷൻസ് തന്നെ നടത്തുന്നുണ്ട്. എംപ്ലോയീസിനെ ട്രെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് they have to prepare or pre-plan. എന്ത് ചെയ്യണം? നേരത്തെ കൂടി പ്ലാൻ ചെയ്യണം. പിന്നെ ഇതിന്റെ പ്രിപ്പറേഷൻസ് അതിനുവേണ്ടി എടുക്കണം. സോ എന്തൊക്കെയാണ് അതിന്റെ സ്റ്റെപ്സ് എന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഒന്നാമത്തേത് ടു ഡിസ്കവർ ഓർ ഐഡന്റിഫൈ ദ പ്രോഗ്രാം ട്രെയിനിങ് റിക്വയർമെന്റ്സ്. അതിന്റെ ട്രെയിനിങ്ങിന് എന്തൊക്കെ കാര്യങ്ങൾ വേണം? അപ്പൊ ഇപ്പൊ ഒരു പർട്ടിക്കുലർ ഗ്രൂപ്പ് ഓഫ് എംപ്ലോയീസ് നമുക്ക് ഒരു ട്രെയിനിങ് കൊടുക്കണം. ചിലപ്പോൾ ടീച്ചിങ്ങിന് വേണ്ടിയിട്ടായിരിക്കാം, ചിലപ്പോൾ കമ്പ്യൂട്ടർ നോളജിനെ കുറിച്ചിട്ടുള്ള ട്രെയിനിങ് ആയിരിക്കാം, മറ്റേതെങ്കിലും ഇപ്പൊ നഴ്സിംഗ് ആണെങ്കിൽ അവര് പോകുന്ന ഡിപ്പാർട്ട്മെന്റിൽ അവിടുത്തെ എന്തൊക്കെ എക്യുപ്മെന്റുകൾ കൈകാര്യം ചെയ്യണം, അതിനെ കുറിച്ചുള്ള ട്രെയിനിങ് ആയിരിക്കാം. എന്തായിക്കോട്ടെ, ആ ഒരു ട്രെയിനിങ്ങിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് അത് ആദ്യം തന്നെ മനസ്സിലാക്കുക. ടു ഡിസ്കവർ ഓർ ഐഡന്റിഫൈ ദ ട്രെയിനിങ് റിക്വയർമെന്റ്സ്. അത് എന്തിനു വേണ്ടിയിട്ടുള്ള ട്രെയിനിങ് ആണെന്ന് ആദ്യം തന്നെ മനസ്സിലാക്കുക. ഇനി നെക്സ്റ്റ് വൺ എന്താ? ആ ട്രെയിനിങ്ങിന് വേണ്ടി നമ്മൾ റെഡി ആക്കുക. ടു ഗെറ്റ് റെഡി ഫോർ ദ ജോബ്. ആ ട്രെയിനിങ് എന്ന് പറയുന്ന ഒരു ജോബിന് വേണ്ടി വി ഹാവ് ടു ഗെറ്റ് റെഡി. അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് നല്ല രീതിയിൽ ഒരുങ്ങുക. മനസ്സിലായി? ഒന്നാമത്തെ കാര്യം ട്രെയിനിങ്ങിന്റെ റിക്വയർമെന്റുകൾ മനസ്സിലാക്കുക, ഐഡന്റിഫൈ ചെയ്യുക. രണ്ടാമത്തേത് അതിനു വേണ്ടി വി ഹാവ് ടു ബി റെഡി. നമുക്ക് അതിന് വേണ്ടിയിട്ട് റെഡിയാക്കണം. തേർഡ് വൺ പ്രിപ്പറേഷൻ ഓഫ് ദ ലേണർ. ഇനി എന്താ? ഈ പഠിതാക്കൾ ആരാണോ എംപ്ലോയീസിനെ അവരോ ട്രെയിൻ ചെയ്യാൻ പോണേ. അപ്പൊ എംപ്ലോയീസിനെ നമ്മൾ എന്ത് ചെയ്യണം? പ്രിപ്പയർ ചെയ്യണം. എംപ്ലോയീസ് അവരെ ഒരുക്കണം എല്ലാ രീതിയിലും. അവർക്ക് വേണ്ട ചിലപ്പോ എന്തെങ്കിലും ടൂൾസ് വെച്ചിട്ട് ട്രെയിൻ ചെയ്യാനായിരിക്കാം. ആ ടൂൾസ് ഒക്കെ പ്രൊവൈഡ് ചെയ്ത് എല്ലാവരും അറേഞ്ച് ചെയ്യാം, കൃത്യമായി ഒരുക്കുക. അപ്പൊ ലേണേഴ്സിന്റെ പ്രിപ്പറേഷൻ അത് ഇമ്പോർട്ടന്റ് സ്റ്റെപ്പ് ആണ് ട്രെയിനിങ്. ട്രെയിനിങ് നമ്മൾ ഓടിച്ചിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന കാര്യമല്ല. അപ്പൊ അതിന് വേണ്ടിയിട്ട് നേരത്തെ കൂട്ടി പ്ലാൻ, മേക്ക് സം പ്ലാൻസ്. അതിന് വേണ്ടി പ്ലാൻ ചെയ്യുക. ആ പ്ലാൻ ചെയ്യുന്നത് അനുസരിച്ച് അത് നടപ്പിലാക്കുക. സോ അതിന്റെ 3 പോയിന്റ് മനസ്സിലായോ? ടു ഡിസ്കവർ ഓർ ഐഡന്റിഫൈ ദ ട്രെയിനിങ് റിക്വയർമെന്റ്സ്. ട്രെയിനിങ്ങിന്റെ ആവശ്യകത, എന്തിനു വേണ്ടിയിട്ടുള്ള ട്രെയിനിങ് ആണെന്ന് മനസ്സിലാക്കുക. സെക്കൻഡ് വൺ ടു ഗെറ്റ് റെഡി ഫോർ ദ ജോബ്. ആ ജോബിന് വേണ്ടി നമ്മൾ തയ്യാറാക്കുക. മൂന്നാമത്തേത് പ്രിപ്പറേഷൻ ഓഫ് ദ ലേണർ. ആ പഠിതാവ് ആരാ? ലേണർ ആരായിരിക്കും?
എംപ്ലോയി ആണ്, അവർക്കാണല്ലോ ട്രെയിനിങ് കൊടുക്കുന്നത്. ട്രെയിനർ അല്ല ട്രെയിനികൾ അതിന് വേണ്ടിയിട്ട് അവരെ ഒരുക്കുക. ഈ 3 പോയിന്റിൽ എന്തെങ്കിലും സംശയം ഉണ്ടോ? ട്രെയിനിങ് പ്രൊസീജിയേഴ്സിന്റെ സ്റ്റെപ്പുകളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ക്ലിയർ ആയി ഇത്രയും വരെ? വേഗം റെസ്പോണ്ട് ചെയ്യേ. ഓക്കെ, യെസ്. ഇനി എന്താ? പ്രസന്റേഷൻ ഓഫ് ഓപ്പറേഷൻസ് ആൻഡ് നോളജ്. അതിനുശേഷം പഠിതാവിനെ നമ്മൾ ഒരുക്കിയിലേക്കാണ്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? പ്രിപ്പയർ ചെയ്യണം. എന്ത്? അവർക്ക് പകർന്നു കൊടുക്കേണ്ട കാര്യങ്ങൾ, നോളജ്, അല്ലെങ്കിൽ അവർക്ക് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കേണ്ട കാര്യങ്ങൾ. അത് ഇറ്റ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് സ്റ്റെപ്പ് ഇൻ ട്രെയിനിങ്. ട്രെയിനിങ്ങിന്റെ പ്രോഗ്രാമില് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പാണ് പ്രസന്റേഷൻ ഓഫ് ഓപ്പറേഷൻസ് ആൻഡ് നോളജ്. അവിടെ ട്രെയിനർ, ദാറ്റ് മീൻസ് ദ പേഴ്സൺ ഹു ഈസ് ട്രെയിനിങ് ദ എംപ്ലോയീസ്, ആ ട്രെയിനിങ് കൊടുക്കുന്നവർ ആരാണോ അവര് ക്ലിയർ ആയിട്ട് വളരെ വ്യക്തമായിട്ട് ഈച്ച് ആൻഡ് എവറി സ്റ്റെപ്പ് എന്ത് ചെയ്യണം? അവര് പറഞ്ഞ് അതുപോലെ ഇല്ലസ്ട്രേറ്റ് ചെയ്ത് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കൊടുക്കണം. മനസ്സിലായോ? പറഞ്ഞു കൊടുക്കുക മാത്രമല്ല, കാണിച്ചു കൂടി കൊടുക്കണം. ട്രെയിനർ ഇങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത്. അത് വ്യക്തമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ഇത് ഇമ്പോർട്ടന്റ് സ്റ്റെപ്പാണ്. ട്രെയിനിങ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതിന് മുമ്പത്തുള്ളത് വേണ്ടാന്നല്ല, ഇതെല്ലാം നമുക്ക് ഒരുങ്ങിക്കഴിഞ്ഞതിന് ശേഷം നമ്മള് ട്രെയിനികളെ ആരാണോ എംപ്ലോയീസ് അവർക്ക് കൊടുക്കുന്ന ട്രെയിനിങ്ങില് അവർക്ക് ഷുഡ് ക്ലിയർലി ടെൽ, ഷോ ആൻഡ് ഇല്ലസ്ട്രേറ്റ്. ശരിയായ രീതിയിൽ മനസ്സിലാക്കി കൊടുക്കണം, കാണിച്ചു കൊടുക്കണം, ഇല്ലസ്ട്രേറ്റ് ചെയ്ത് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിക്കാതിരിക്കുക, അത് കൊടുക്കണം. ആൻഡ് ഓൾസോ ദേ ഹാവ് ടു ആസ്ക് ക്വസ്റ്റ്യൻസ്. അവരോട് വേണമെങ്കിൽ ചോദിക്കാം, അവർക്ക് ഇങ്ങോട്ട് എന്തെങ്കിലും ചോദിക്കാണെങ്കിൽ അതും ചോദിക്കാം, അല്ലെ? അവരോട് കാണിച്ചു കൊടുക്കുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും സംശയമുണ്ടോ, ഇന്ന പോയിന്റ് ഒന്ന് പറയാമോ, അല്ലെങ്കിൽ ഇത് ഇന്നത് ചെയ്തു ഒന്ന് കാണിക്കാമോ എന്നൊക്കെ വേണമെങ്കിൽ അവർക്ക് പറയാം. അപ്പൊ ഇതിന് വേണ്ടിയിട്ടുള്ള എല്ലാ പ്രിപ്പറേഷൻസും എന്ത് ചെയ്യണം? നമ്മുടെ ട്രെയിനർ എടുത്തിരിക്കണം. ലേണർ എന്ത് ചെയ്യണം? ഈ ഒരു എൻറ്റയർ ജോബ് ഇവരെ കൊണ്ട് എന്ത് ചെയ്യിപ്പിക്കണം? ലാസ്റ്റ് ഇതെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു കഴിയുമ്പോൾ they can ask them to do that or perform that particular entire job. നമ്മൾ കാണിച്ചു കൊടുത്ത കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യാനായിട്ട് വേണമെങ്കിൽ ആവശ്യപ്പെടാം. ആരോട്? ഈ ലേണേഴ്സിനോട്, ദാറ്റ് മീൻസ് ദ എംപ്ലോയീസിനോട്. അത് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് വേണമെങ്കിൽ ചെയ്യാനായിട്ട് ആവശ്യപ്പെടാം. ഇപ്പൊ ഉദാഹരണത്തിന് എന്താ പറയാ, എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ ഇപ്പൊ ഒരു നഴ്സിനോടാണെന്ന് വിചാരിക്കുക. അവരെയാണ് നമ്മൾ ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുക. ഒരു ഗ്രൂപ്പ് ഓഫ് നഴ്സ് സ്റ്റുഡൻസ് ആണ്. അവർ എന്താ പറയാ പഠിച്ചൊക്കെ കഴിഞ്ഞ് അവർ കയറിയിട്ടുള്ളൂ. പ്രാക്ടിക്കൽ സെഷനിലേക്ക് ട്രെയിനിങ്ങിന് വേണ്ടി കയറിയിട്ടേ ഉള്ളൂ. ചിലപ്പോൾ 1 or 2 months ആയിരിക്കാം, അല്ലെങ്കിൽ 6 months ആയിരിക്കാം. അക്കോർഡിംഗ് ടു ദ പീരീഡ്, എത്ര സമയത്തേക്കാണോ അവരുടെ ട്രെയിനിങ് പീരീഡ്, ആ സമയത്ത് അവർ കൊടുക്കുന്ന ട്രെയിനിങ് സമയത്ത് അവർക്ക് കാര്യങ്ങളൊക്കെ വെച്ചു കൊടുത്ത് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഡിപ്പാർട്ട്മെന്റ്, സ്പെഷ്യാലിറ്റി ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റ് ആണ് വിചാരിക്കുക. ഇപ്പൊ കാർഡിയോ ആണോ അല്ലെങ്കിൽ മറ്റേ ഓസ്താൽമോളജി ആണോ, അപ്പൊ നഴ്സസിന് പ്രത്യേകം ട്രെയിനിങ് കൊടുക്കും. ആ കൊടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യുന്നത്? അതൊരു എന്തെങ്കിലുമൊക്കെ ക്ലാസ് അതിവിടെ അടുത്ത് പറയുന്നുണ്ട് എവിടെയൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് ട്രെയിനിങ് ഒക്കെ കൊടുക്കുന്നത്. അത് നമുക്ക് അന്നേരം പറയാം. അപ്പൊ ആ ട്രെയിനിങ് കൊടുക്കുന്ന സമയത്ത് എല്ലാം വ്യക്തമാക്കി കൊടുക്കുന്നു, പറഞ്ഞു കൊടുക്കുന്നു, കാണിച്ചു കൊടുക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യും? ആ അതിൽ നിന്ന് ഏതെങ്കിലും ഒരാളോട് പെർഫോം ദിസ്, ഇപ്പൊ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് വ്യക്തമായിട്ടൊന്ന് പറഞ്ഞ് അതുപോലെ തന്നെ ചെയ്തൊക്കെ കാണിക്കാനായിട്ട് പറയുന്നു, ആവശ്യപ്പെടുന്നു. ഇതൊക്കെ ഈ ഒരു സ്റ്റെപ്പിൽ വരുന്നത് പ്രസന്റേഷൻ ഓഫ് ഓപ്പറേഷൻസ് ആൻഡ് നോളജ്. ക്ലിയർ ആയോ ആ ഒരു പോയിന്റ്? മനസ്സിലായോ? മനസ്സിലായോ? മനസ്സിലാകാത്തവരുണ്ടെങ്കിൽ പറയണോ കേട്ടോ, അല്ലെങ്കിൽ ഞാൻ അടുത്തേക്ക് മൂവ് ചെയ്യും. ഓക്കെ, അപ്പൊ 4ാമത്തെ സ്റ്റെപ്പ് അതാണ് പ്രസന്റേഷൻ ഓഫ് നോളജ് ആൻഡ് പ്രിപ്പറേഷൻസ് ഓപ്പറേഷൻസ്. ഇനി അടുത്തെന്താ? പെർഫോമൻസ് ട്രൈ ഔട്ട് ആണ്. അപ്പൊ നമ്മൾ പറഞ്ഞല്ലോ 4ാമത്തെ സ്റ്റെപ്പിൽ ട്രെയിനർ ഇതെല്ലാം ഇൻസ്ട്രക്ട് ചെയ്ത് ഇല്ലസ്ട്രേറ്റ് ചെയ്ത് കാണിച്ചും പറഞ്ഞൊക്കെ കൊടുക്കുന്നു. ഇനി വേണമെന്നുണ്ടെങ്കിൽ സൗണ്ട് ബ്രേക്ക് ആവുണ്ടോ? സൗണ്ട് മ്യൂട്ട് ചെയ്തിട്ടില്ലേ? മ്യൂട്ട് ആണല്ലോ. ഇന്നത്തെ ബ്രേക്ക് ആവണേ. വേറെ ആർക്കെങ്കിലും അങ്ങനെ തോന്നുന്നുണ്ടോ? വേറെ ആർക്കെങ്കിലും തോന്നുന്നില്ല എങ്കിൽ ഇല്ല. അപ്പൊ അതൊന്ന് ജസ്റ്റ് ഒന്ന് ലീവ് ചെയ്തിട്ട് ജോയിൻ ചെയ്യും കേട്ടോ. ആർക്കാണ് അങ്ങനെ വോയിസ് ബ്രേക്ക് കേൾക്കണേന്ന് വെച്ചാൽ ഒന്ന് ലീവ് ചെയ്യാം. ഇപ്പൊ തന്നെ റേഞ്ചിന്റെ ആയിരിക്കും. ചില ആളുകൾക്ക് പ്രശ്നമില്ല എന്നാണ് പറയണേ, ക്ലിയർ ആണെന്നാ പറയുന്നത് കേട്ടോ. വേഗം പോയിട്ട് പെട്ടെന്ന് ജോയിൻ ചെയ്യണേ, റീജോയിൻ ചെയ്യാം. അപ്പോ ഈ 4ാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ ട്രെയിനർ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ടൊക്കെ കാണിച്ചു കൊടുത്തു. അവരോട് എന്ത് ചെയ്യുന്നു? വേണമെങ്കിൽ ടു പെർഫോം, ആ ഒരു കാണിച്ചു കൊടുത്ത കാര്യങ്ങളൊക്കെ ഒന്ന് പെർഫോം ചെയ്യാനായിട്ട് ആവശ്യപ്പെടാം. അപ്പൊ 4ാമത്തെ സ്റ്റെപ്പിൽ കഴിഞ്ഞു. ഇനി 5ാമത്തെ സ്റ്റെപ്പിൽ അവർ പെർഫോം ചെയ്യുന്നതാണ് നമ്മൾ കാണുന്നത്. മനസ്സിലായോ? 5ാമത്തെ സ്റ്റെപ്പിൽ ട്രെയിനർ ആവശ്യപ്പെട്ട പ്രകാരം എംപ്ലോയി ഓർ ദ ട്രെയിനിങ്, ആരാണോ ട്രെയിനിങ് കിട്ടുന്നത് അവർക്ക് അവരുടെ ഒരു ട്രൈ ഔട്ട് ആണ്, പെർഫോമൻസ് ട്രൈ ഔട്ട് ആണ്. ആൻഡ് ആ ട്രൈ ഔട്ടിൽ എന്ത് ചെയ്യുന്നു? ഇവരുടെ ഓരോ സ്റ്റെപ്പും വാട്ട് ദേ ആർ ഡൂയിങ് പതുക്കെ അവർ ചെയ്യുന്നത് കൃത്യമായിട്ട് വാച്ച് ചെയ്യുന്നു. ക്ലിയർ ആയിട്ട് അവരോട് തന്നെ പറയാം. ഇത് കാണിക്കുമ്പോൾ
നമ്മള് ഓപ്പറേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്ത് കാണിക്കുമ്പോൾ ക്ലിയർ ആയിട്ട് ഈച്ച് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് അവരോട് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പറയാം അല്ലെ. എന്താണ് നമ്മൾ പറയണ്ടേ ചെയ്യണ്ടേ അത് എക്സ്പ്ലനേഷൻ ചോദിക്കണം. കാണിച്ചു മാത്രം കൊടുത്താൽ പോരാ. ഇതിങ്ങനെ ചെയ്യിപ്പിക്കാൻ അല്ലെങ്കിൽ ചെയ്യിപ്പിക്കുന്നതോടൊപ്പം they have to explain each and every step. അതിനകത്ത് ഉൾപ്പെട്ടിരിക്കുന്ന ഓരോ സ്റ്റെപ്സും എന്ത് ചെയ്യാൻ കാണിക്കാൻ മതി. ആൻഡ് when they are doing ഇത് അവർ പെർഫോം ചെയ്ത് കാണിക്കുന്ന സമയത്ത് there may be some mistakes അല്ലെ ഉണ്ടാവില്ലേ. ഇപ്പൊ നമ്മുടെ ട്രെയിനിങ് കിട്ടി, ആദ്യം ഇവിടെ ഇങ്ങനെ കാണിച്ചൊക്കെ തന്നു, പറഞ്ഞ് മനസ്സിലാക്കി തന്നു. പക്ഷെ നമ്മളത് ചെയ്യുന്ന സമയത്ത് we may make some mistake. നമ്മൾ ചിലപ്പോൾ നമുക്ക് മിസ്റ്റേക്ക് പറ്റും എന്നാലും അല്ലെ. ചിലപ്പോൾ പറഞ്ഞ് മനസ്സിലാക്കി തന്നാലും അങ്ങനെ ഒരു ലെങ്തി പ്രൊസീജിയർ ഒക്കെ ആണെങ്കിൽ എല്ലാം നമുക്ക് ചിലപ്പോൾ നമ്മുടെ മൈൻഡിൽ സേവ് ചെയ്ത് വെക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല. അപ്പൊ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിന്റെ ഒരു എന്തെങ്കിലും തെറ്റുകൾ കടന്നുകൂടാം. അങ്ങനെ കടന്നുകൂടുകയാണെങ്കിൽ we have to make them or correct them. അത് എന്ത് ചെയ്യണം, അത്തരം മിസ്റ്റേക്കുകൾ കാണുകയാണെങ്കിൽ അത് കറക്റ്റ് ചെയ്യണം. എന്നിട്ട് ഓരോ സ്റ്റെപ്പ് വീണ്ടും അവരെ കൊണ്ട് വീണ്ടും വീണ്ടും ചെയ്യിക്കാം. സോ ഇറ്റ് മേക്സ് them skilled and also they can complete that task in speed. അല്ലെ എന്ത് ചെയ്യാൻ പറ്റും, അതങ്ങനെ ചെയ്യിപ്പിച്ച് അവരെന്ത് ചെയ്യുന്നു, അതിൽ കുറെ സ്കിൽഡ് ആകുന്നു. കണ്ടോ, തെറ്റ് വന്നു, അപ്പൊ നിങ്ങൾ വീണ്ടും ഒന്നുകൂടി സ്റ്റാർട്ട് ചെയ്യും, എന്നിട്ട് ഒന്നുകൂടി ചെയ്യേ. അല്ലാണ്ട് തെറ്റി കൊടുക്കുന്ന തിരുത്തിയിട്ട് പിന്നെ മുന്നോട്ട് പോകുകയല്ല. അപ്പൊ ഒന്നുകൂടി ചെയ്യാം. അപ്പൊ അതിലൊന്നുകൂടി സ്കിൽഡ് ആയി. കാരണം അതിന്റെ പ്രീവിയസ് സ്റ്റെപ്സ് ഒക്കെ അവർ കൃത്യമായി ചെയ്തു. ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പോയിന്റിലായിരിക്കാം ചിലപ്പോൾ തെറ്റ് പറ്റിയത്, അത് കറക്റ്റ് ചെയ്ത് കൊടുക്കുന്നു. സോ റീസ്റ്റാർട്ട് ചെയ്യാൻ പറയുന്നു. അപ്പൊ അവർ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുന്നു. ഓക്കെ, അത് ചെയ്ത് വീണ്ടും അവരെ കൊണ്ട് ചെയ്യുന്നു. അങ്ങനെ ഒരു കാര്യം തന്നെ നമ്മൾ കുറച്ച് കൂടുതൽ തവണ 2-3 തവണ ആവർത്തിച്ച് ചെയ്യുമ്പോൾ we will become efficient and also we can do it speed അല്ലെ. നമുക്ക് വളരെ സ്പീഡായിട്ട് ഫാസ്റ്റ് ആയിട്ട് നമുക്കത് ചെയ്യാൻ പറ്റുന്നു. അതാണ് 5ാമത്തെ സ്റ്റെപ്പില്. ഓക്കെ, 1ാമത്തെ സ്റ്റെപ്പില് ഐഡന്റിഫൈ ദ ട്രെയിനിങ് പ്രോഗ്രാം. ട്രെയിനിങ്ങിന്റെ പ്രോഗ്രാം ഐഡന്റിഫൈ ചെയ്യുക. 2nd സ്റ്റെപ്പില് റെഡി ഫോർ ദ ജോബ്, ആ ജോബിന് വേണ്ടി തയ്യാറാകുക. 3ാമത്തെ സ്റ്റെപ്പില് പ്രിപ്പറേഷൻ ഓഫ് ദ ലേണർ, ലേണറിനെ പ്രിപ്പയർഡ് ആക്കുക. 4ാമത്തെ സ്റ്റെപ്പിൽ അവർക്ക് വേണ്ടിയിട്ട് അത് പ്രസന്റ് ചെയ്യുക അല്ലെ. അവരുടെ എന്തൊക്കെ പഠിപ്പിക്കാനുണ്ടോ, ട്രെയിൻ ചെയ്യിപ്പിക്കാനുണ്ടോ, ആ നോളജും ഓപ്പറേഷൻസും പ്രസന്റ് ചെയ്യുന്നതാണ്. 5ാമത്തേത് പെർഫോമൻസ് ട്രൈ ഔട്ട് ആണ്. അവർ ചെയ്യുന്നത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ചെയ്യുന്നത് വളരെ സ്ലോലി ചെയ്യിപ്പിച്ച് ക്ലിയർ ആയിട്ട് അവരോട് എക്സ്പ്ലെയിൻ ചെയ്ത് ചെയ്യാൻ പറയാം. സം മിസ്റ്റേക്സ് വി ഹാവ് ടു കറക്റ്റ്. അവർ മിസ്റ്റേക്സ് ചെയ്യുമ്പോൾ അത് കറക്റ്റ് ചെയ്യാം. സോ ഇറ്റ് ബിക്കംസ് they become skilled and also they can do it fastly. അവരത് സ്കിൽഡ് ആകുന്നു. അങ്ങനെ ചെയ്ത് വീണ്ടും അവരതിൽ ഫാസ്റ്റ് ആയി മാറുന്നു. ഓക്കെ, ക്ലിയർ ആയോ 5ാമത്തെ പോയിന്റ്? ഓക്കെ, ഇനി ട്രെയിനിങ് അങ്ങ് കൊടുത്തു, ക്ലിയർ ആയി, എല്ലാവർക്കും നല്ല സ്കിൽഡ് ആയി, അവർക്കൊക്കെ നല്ല ഫാസ്റ്റ് ആയിട്ട് എല്ലാം ചെയ്യാൻ പറ്റും. സോ എല്ലാവരും പോയി ജോലി ചെയ്യുന്നു എന്നാണ്, ജോലി ചെയ്യുന്നു. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് we have to make some follow up or evaluation. അവര് നമ്മൾ കൊടുത്തുവിട്ട ആ ട്രെയിനിങ് കൃത്യമായി അവര് ആ രീതിയിൽ തന്നെയാണ് ജോലികൾ ചെയ്യുന്നതെന്ന് ഇടയ്ക്കിടയ്ക്ക് ഇവാലുവേറ്റ് ചെയ്യണം. അല്ലാതെ ആ ട്രെയിനിങ് കൊടുത്ത എംപ്ലോയീസിന് വിട്ടണ്ട അവരത് ചെയ്തോളും എന്ന് നമ്മൾ അങ്ങനെ മനസ്സിൽ വിചാരിച്ച് എന്താ പറയാ മാനേജ്മെന്റ് അങ്ങനെ ഫ്രീ ആയിട്ട് വിടാൻ പറ്റില്ല. അവരത് ചെയ്യുന്നുണ്ട്, ആ സ്കില്ല് തന്നെ അവർ ഇപ്പോഴും കീപ്പപ്പ് ചെയ്യുന്നുണ്ട്, അതിനേക്കാളും കുറച്ചുകൂടി ഉയർന്നതുണ്ട്. ഇതൊക്കെയാണ് വിലയിരുത്തേണ്ടത്. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഒരു ഫോളോ അപ്പ്, അതുപോലെ ഇവാലുവേഷൻ ടു ടെസ്റ്റ് ദെയർ പെർഫോമൻസ് ഓർ ഇഫക്റ്റീവ്നെസ് ഓഫ് ദ ട്രെയിനിങ്. ആ ട്രെയിനിങ് എത്രത്തോളം എംപ്ലോയീസിന് ഉപകാരപ്രദമായി എന്ന് നമുക്കറിയണ്ടേ. ആ ട്രെയിനിങ് കൊണ്ട് വലിയ ഉപകാരം ഉണ്ടായിട്ടോ, ട്രെയിനിങ് കൊടുത്തപ്പോ എംപ്ലോയീസ് കുറച്ചുകൂടി സ്കിൽഡ് ആയി അല്ലെങ്കിൽ കുറച്ചുകൂടി ഫാസ്റ്റ് ആയി കണ്ടോ. അപ്പൊ അങ്ങനെ എന്ത് ചെയ്യണം, അത് ഫോളോ അപ്പ് ചെയ്യണം. ഇതൊക്കെയാണ് എന്താണ് ട്രെയിനിങ്ങിന് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന സ്റ്റെപ്സ്. ഓക്കെ, അപ്പൊ ട്രെയിനിങ് നമ്മൾ വിചാരിക്കും എംപ്ലോയീസിന് ട്രെയിനിങ് കൊടുക്കാൻ ഇത്ര എളുപ്പമാണെന്ന്. പക്ഷെ അതിൽ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് കൃത്യമായി അതിലൊരു പ്ലാനിങ്ങോട് കൂടി ട്രെയിനിങ്ങിന് സ്റ്റെപ്സ് പ്രൊവൈഡ് ചെയ്യണം. ക്ലിയർ ആണോ? 6 പോയിന്റ് ആണ് ട്രെയിനിങ്ങിന്റെ സ്റ്റെപ്സിൽ വന്നിരിക്കുന്നത്. അതിലെ മെയിൻ പോയിന്റുകൾ ഇമ്പോർട്ടന്റ് ആണ്. ഏതാണ് എന്താ പറയാ ട്രെയിനിങ് പ്രോഗ്രാമിന്റെ സ്റ്റെപ്സിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതിൽ ഏതൊക്കെയാണെന്ന് ചോദിക്കും. 6 പോയിന്റിന്റെ ഒക്കെ എന്താ പറയാ പോയിന്റുകൾ മതിയിട്ട് ടു ഡിസ്കവർ ഓർ ഐഡന്റിഫൈ ദ ട്രെയിനിങ് റിക്വയർമെന്റ്സ് ടു ഗെറ്റ് റെഡി ഫോർ ദ ജോബ്, preparation of the learner, presentation of operations and knowledge, performance tryout and follow up. Okay, 6 പോയിന്റ് അണ്ടർലൈൻ ചെയ്യുക. ക്ലിയർ ആയോ? യെസ്, ക്ലിയർ ആയില്ല? ഷഹനാസ് ക്ലിയർ അല്ല എന്ന് പറയുന്നത് എന്താ? ഷഹനാസ് വോയിസ് ബ്രേക്ക് ആവണോ? കുറച്ച് പേർക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ട്. അത് എന്തെങ്കിലും ഇപ്പൊ മഴയൊക്കെ ആണല്ലോ, അപ്പൊ അതിന്റെ നെറ്റ് ഇഷ്യൂസിന്റെ പ്രശ്നമായിരിക്കും, റേഞ്ചിന്റെ എന്തെങ്കിലും പ്രശ്നമായിരിക്കും. ഒന്ന് ലീവ് ചെയ്തിട്ട് രണ്ടാമത് ജോയിൻ ചെയ്യുക. മോസ്റ്റ് ഓഫ് ദ സ്റ്റുഡൻസ് കുഴപ്പമില്ല, കേൾക്കുന്നത് ക്ലിയർ ആണെന്നാണ് പറയുന്നത്. അപ്പൊ അതിന്റെ അർത്ഥം ആ ഒരു പർട്ടിക്കുലർ ആളുകൾക്ക് മാത്രം ഉണ്ടാകുന്ന എന്തെങ്കിലും
ബുദ്ധിമുട്ടായിരിക്കാം. ഒന്ന് പെട്ടെന്ന് ലീവ് ചെയ്തിട്ട് പെട്ടെന്ന് ജോയിൻ ചെയ്യണം കേട്ടോ. കേൾക്കണില്ലെങ്കിൽ അത് എല്ലാവർക്കും കേൾക്കണില്ലെങ്കിൽ ഇവിടുത്തെ പ്രശ്നമായിരിക്കും. കുറച്ചു പേർക്ക് മാത്രം കേൾക്കാതിരിക്കുന്നത് നമ്മളുടെ നെറ്റിന്റെ റേഞ്ചിന്റെ പ്രശ്നമായിരിക്കും കേട്ടോ. ഓക്കെ, സോ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താ, ട്രെയിനിങ്ങിന്റെ ടെക്നിക്സ് അല്ലെങ്കിൽ മെത്തേഡുകളാണ്. ട്രെയിനിങ് ടെക്നിക്സ് ഓർ ട്രെയിനിങ് മെത്തേഡ്സ്. ഏതൊക്കെ രീതിയിൽ നമുക്ക് ട്രെയിനിങ് കൊടുക്കാൻ പറ്റും? ബാക്കിയുള്ളവരൊന്നും പറഞ്ഞ ക്ലിയർ അല്ലേ? സൗണ്ട് നന്നായി കേൾക്കാൻ പറ്റുന്നവരുണ്ടോ ഇതിനകത്ത്? നന്നായി ക്ലിയർ ആകുന്നുണ്ട്, നോ ഡിസ്റ്റർബൻസ് എന്ന് തോന്നുന്ന ആൾക്കാരുണ്ടോ? ഓക്കെ, ഉണ്ടെന്ന് പറയുന്നു. യെസ്. അപ്പൊ ചില ആളുകൾക്കാണ് പ്രശ്നം. അങ്ങനെ എന്തെങ്കിലും ഒന്ന് ജസ്റ്റ് ലീവ് ചെയ്തിട്ട് ജോയിൻ ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ ട്രെയിനിങ്ങിന്റെ മെത്തേഡ്സാ പഠിക്കുന്നത്. എല്ലാ എന്താ പറയാ ട്രെയിനിങ്ങും ഒരുപോലെയാണോ കൊടുക്കുന്നത്? അല്ല, ദർ ആർ ഡിഫറൻസ് ഇൻ പ്രൊവൈഡിങ് ട്രെയിനിങ്. ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുന്നതില് എന്ത് ചെയ്യുന്നുണ്ട്? വ്യത്യാസങ്ങളുണ്ട്. സോ ഇവിടെ നമുക്ക് പഠിക്കാനുള്ള ട്രെയിനിങ് മെത്തേഡ്സ് പ്രധാനമായിട്ടും ഇറ്റ് ഈസ് ക്ലാസിഫൈഡ് ഇൻ ടു രണ്ടായിട്ട് ട്രെയിനിങ് മെത്തേഡ്സിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ ഓൺ ദ ജോബ് ട്രെയിനിങ് ആൻഡ് ദ സെക്കൻഡ് വൺ ഓഫ് ദ ജോബ് ട്രെയിനിങ്. ഏതൊക്കെയാണ്? ഓൺ ദ ജോബ് ട്രെയിനിങ്ങും ഓഫ് ദ ജോബ് ട്രെയിനിങ്ങും. രണ്ട് രീതിയിൽ ട്രെയിനിങ്ങിനെ തരംതിരിച്ചിട്ടുണ്ട്. എല്ലാ ട്രെയിനിങ്ങും ഒരുപോലെ അല്ലാതെ കൊടുക്കുന്നത്. ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുന്ന രീതിയിൽ വ്യത്യാസമുണ്ട്. സോ അങ്ങനെ വ്യത്യാസം ഉള്ളത് കൊണ്ട് അതിനെ രണ്ടായി തരംതിരിച്ചിരിക്കുന്നു. ഫസ്റ്റ് വൺ ഓൺ ദ ജോബ് ട്രെയിനിങ്, സെക്കൻഡ് വൺ ഓഫ് ദ ജോബ് ട്രെയിനിങ്. എന്താന്ന് നോക്കാം. ഓൺ ദ ജോബ് ട്രെയിനിങ്ങിന് OJT എന്ന ഷോർട്ട് ഫോം ഉണ്ട് കേട്ടോ. OJT മീൻസ് ഓൺ ദ ജോബ് ട്രെയിനിങ്. ഇൻ ദിസ് മെത്തേഡ്, ഈ ഒരു ഓൺ ദ ജോബ് ട്രെയിനിങ് എന്ന് പറയുന്ന മെത്തേഡില് എംപ്ലോയീസിന് കൊടുക്കുന്നു ട്രെയിനിങ്. എങ്ങനെ? അറ്റ് ദ ആക്ച്വൽ വർക്ക് പ്ലേസ്. എവിടെയാണോ അവർക്ക് ജോലി ചെയ്യേണ്ടത് ആ ജോലി ചെയ്യേണ്ട സ്ഥലത്ത് തന്നെ കൊണ്ടുപോയി അവർക്ക് വേണ്ട എക്യുപ്മെന്റ്സ്, ടൂൾസ് എന്തൊക്കെയാണോ, ചില ഡോക്യുമെന്റുകളായിരിക്കാം, ആ സ്ഥലത്ത് തന്നെ കൊണ്ടുപോയിട്ട് അവർക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞും ചെയ്തും ഒക്കെ മനസ്സിലാക്കി കൊടുക്കുന്നു. അങ്ങനെ ഫുള്ളി അവർക്ക് ആ ഒരു ട്രെയിനിങ് അവിടെ തന്നെ വെച്ചിട്ട് ആ വർക്ക് പ്ലേസിൽ, യഥാർത്ഥ വർക്ക് പ്ലേസിൽ വെച്ചിട്ടാണ് കൊടുക്കുന്നത്. അങ്ങനെയുള്ള ട്രെയിനിങ്ങിനെ വിളിക്കുന്ന പേരാണ് ഓൺ ദ ജോബ് ട്രെയിനിങ്. ഇപ്പൊ ഉദാഹരണം, ഒരു ഹോസ്പിറ്റലില് എന്താ പറയാ സർജൻസിലെ സർജറി ഒക്കെ നടത്തുന്നവര്, അപ്പൊ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ സ്പെഷ്യാലിറ്റി ഡോക്ടർമാരാണെങ്കിൽ ഒരു പർട്ടിക്കുലർ വിഭാഗം മാത്രമൊക്കെ ആയിരിക്കും കൈകാര്യം ചെയ്യുക. ഗ്യാസ്ട്രോഎൻട്രോളജി, സ്റ്റൊമക് റിലേറ്റഡ് ആയിട്ടുള്ള എന്താ പറയാ ഡിസീസസിന് ഉള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്. ഇപ്പൊ വയറിനകത്ത് എന്തെങ്കിലുമൊക്കെ രോഗങ്ങളൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് വയറിനകത്ത് ഓപ്പറേഷൻസ് ചെയ്തോ ഒക്കെ കാണിക്കാം. അപ്പൊ ശരിക്കും ഒരാളെ കൊണ്ടുവന്നിട്ട് ഓപ്പറേഷൻ ചെയ്ത് ഇവരെ പഠിപ്പിച്ച് കാണിച്ചു കൊടുക്കാനൊന്നും സമയം ഉണ്ടാവില്ല. ഉണ്ടാകുമോ? ഒന്ന് ആലോചിച്ച് നോക്കി നിങ്ങള്. ശരിക്കും ഒരു ഓപ്പറേഷൻ വരുമ്പോ ചിലപ്പോൾ അദ്ദേഹത്തെ നോക്കി നിൽക്കും, അതല്ലാതെ ഇവരെ കൊണ്ട് ചെയ്യിപ്പിക്കാനൊക്കെ ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. സോ ആക്ച്വൽ ആയിട്ടുള്ള വർക്ക് പ്ലേസിൽ, അതായത് ഇതിന്റെ ലാബും മറ്റൊക്കെ ഉണ്ടെങ്കിൽ അവിടെ കൊണ്ടുപോയിട്ട് ചിലപ്പോൾ ആക്ച്വൽ ടൂൾസ് എന്തൊക്കെയുണ്ടോ അതൊക്കെ വെച്ചിട്ട് ഇവരെ കൊണ്ട് ഇത് ചെയ്ത് പഠിപ്പിക്കുന്നു, കാണിച്ചു കൊടുക്കുന്നു. അത്ര സീരിയസ് അല്ലാത്ത ആൾക്കാരൊക്കെ ചിലപ്പോൾ വരുമ്പോ അവർക്കത് നോക്കി നിന്ന് മനസ്സിലാക്കാനും ആ ടൂൾസ് ഒക്കെ എങ്ങനെയൊക്കെയാണ് ഉപയോഗിക്കേണ്ടത്, എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ കാണേണ്ടത് എന്നുള്ള ആക്ച്വൽ ആയിട്ടുള്ള വർക്ക് പ്ലേസിൽ കൊണ്ടുവന്നിട്ട് അവർക്ക് കാര്യങ്ങൾ പറഞ്ഞ് ചെയ്ത് കാണിച്ച് മനസ്സിലാക്കി കൊടുക്കുന്നു. ഇങ്ങനെയുള്ള ട്രെയിനിങ്ങിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഓൺ ദ ജോബ് ട്രെയിനിങ് എന്ന് പറയാം. ക്ലിയർ ആണോ? ഓൺ ദ ജോബ് ട്രെയിനിങ് എന്നാണ് മനസ്സിലായോ? ഓൺ ദ ജോബ് ട്രെയിനിങ്ങിന്റെ ഷോർട്ട് ഫോം ഇമ്പോർട്ടന്റ് ആണ്. എന്താ പറയാ എക്സ്പാൻഡഡ് ഫോം, അതുപോലെ തന്നെ ആ സെന്റൻസ് അണ്ടർലൈൻ ചെയ്യാം. ഇൻ ദിസ് മെത്തേഡ് the employees are trained on the job at their places of work. ജോലി എവിടെയാണോ ചെയ്യേണ്ടത് അവിടെ വെച്ചിട്ട് യൂസിങ് ആക്ച്വൽ ടൂൾസ്, എക്യുപ്മെന്റ്സ്, ഡോക്യുമെന്റ്സ്, ടൂളുകൾ, എക്യുപ്മെന്റുകൾ, ഡോക്യുമെന്റുകൾ ഒക്കെ വെച്ചിട്ട് എന്ത് ചെയ്യുന്നു? അവർക്ക് ഫുൾ ആയിട്ടുള്ള ട്രെയിനിങ് കൊടുക്കും. അതാണ് ഓൺ ദ ജോബ് ട്രെയിനിങ്. ഈ ഓൺ ദ ജോബ് ട്രെയിനിങ്ങില് പ്രധാനമായിട്ടും രണ്ട് കാര്യങ്ങളാണ് വരുന്നത്. ഒന്ന് ജോബ് ഇൻസ്ട്രക്ഷൻ ട്രെയിനിങ്ങും മറ്റൊന്ന് അപ്രന്റീസ്ഷിപ്പും. ജോബ് ഇൻസ്ട്രക്ഷൻ ട്രെയിനിങ്. ഇൻ ദിസ് മെത്തേഡ്, ഈ ജോബ് ഇൻസ്ട്രക്ഷൻ മെത്തേഡ് എന്ന് പറഞ്ഞാൽ കുറെ കാര്യങ്ങൾ ഇങ്ങനെ ഇൻസ്ട്രക്ട് ചെയ്ത് കൊടുത്ത് അത് പതുക്കെ ഗ്രാജുവൽ ആയിട്ട് അവരത് പഠിക്കുന്നു. എംപ്ലോയി മനസ്സിലാക്കി ഇത്രയും കാര്യം പഠിപ്പിക്കുന്നു, അത് അവർ മനസ്സിലാക്കുന്നു, അത് അതിനുള്ള ട്രെയിനിങ് കിട്ടും. അത് കഴിഞ്ഞ് പിന്നെ അടുത്ത സ്റ്റെപ്പിലേക്ക് അങ്ങനെ ഒരു ഗ്രാജുവൽ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ പഠിച്ചെടുക്കുന്നു. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ജോബ് ഇൻസ്ട്രക്ഷൻ ട്രെയിനിങ്. ഒറ്റയൊരിക്കൽ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താൽ ചിലപ്പോൾ അവരത് ഫുൾ ആയിട്ട് അവർക്ക് ആ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവില്ല. അതുകൊണ്ട് ഓരോ കുഞ്ഞു കഷ്ണങ്ങളാക്കി കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. അതൊരു ഗ്രാജുവൽ ലേണിംഗ് എന്ന് പറഞ്ഞാൽ ഗ്രാജുവൽ ആയിട്ടാണ്.
പതുക്കെ കുറെ ഓരോ സ്റ്റെപ്പ് വൈസ് ആയിരിക്കാം. അല്ലെ ആദ്യം ഒരു ഭാഗം അവർക്ക് മനസ്സിലാക്കി കൊടുക്കുന്നു, അവരെ കൊണ്ട് അത് പെർഫെക്റ്റ് ആക്കിപ്പിക്കുന്നു, ഇഫക്റ്റീവ് ആയിട്ട് അവര് അത്രയും പോർഷൻ കംപ്ലീറ്റ് ആയിട്ട് ചെയ്യാൻ നോക്കുന്നു. വീണ്ടും അടുത്ത സ്റ്റെപ്പിലേക്ക് അത് കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റെപ്പ് മനസ്സിലാക്കി കൊടുക്കുന്നു, അത് ചെയ്യുന്നു. ഓക്കെ, അങ്ങനെ അപ്പൊ ഗ്രാജുവൽ ലേണിംഗിലൂടെ എന്ത് ചെയ്യുന്നു, ട്രെയിനിങ് പ്രൊവൈഡിംഗ് ആണ് ജോബ് ഇൻസ്ട്രക്ഷൻ ട്രെയിനിങ് എന്ന് പറയുന്നത്. ഇനിയും മറ്റൊരു ഓൺ ദ ജോബ് ട്രെയിനിങ് മെത്തേഡ് അപ്രന്റീസ്ഷിപ്പ്. അപ്രന്റീസ്ഷിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് ലേണിംഗ് ഫ്രം എ സ്കിൽഡ് ട്രെയിനർ ഓർ എംപ്ലോയർ. ഒരു സ്കിൽഡ് ആയിട്ടുള്ള വളരെയധികം എഫിഷ്യന്റ് ആയിട്ടുള്ള കുറച്ച് അനുഭവ സമ്പത്ത് കൂടുതലുള്ള എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു എംപ്ലോയറോ അല്ലെങ്കിൽ ട്രെയിനറോ അവരുടെ കയ്യിൽ നിന്ന് ലേൺ ചെയ്യുന്നു. എങ്ങനെ? എംപ്ലോയി അല്ലെങ്കിൽ ട്രെയിനി ഒരു ആള് വ്യക്തി ആ ലേണിംഗ് ആളത് പഠിക്കുകയാണ്. ബട്ട് ഡ്യൂറിംഗ് ദിസ് പീരീഡ് ദേ വിൽ ബി ഗിവൺ എ കൈൻഡ് ഓഫ് ലോ വേജസ്. പക്ഷെ ആ സമയത്ത് ആ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴും നമുക്ക് എന്ത് കിട്ടുന്നു? ഒരു ചെറിയ ഒരു കൂലി എന്ന രീതിയിൽ ചെറുതായിട്ട് കിട്ടുന്നു. ഏതെങ്കിലും ഒരു സിനിമയിൽ ഇത് ഈ വാക്ക് സ്പെൽ ചെയ്ത് കേട്ടതായിട്ട് ഓർക്കണ്ടോ? ഇങ്ങനെ ഇത് മെൻഷൻ ചെയ്ത് പറയുന്നതായിട്ട് അപ്രന്റീസ്ഷിപ്പ് ആയിട്ട് ജോലിക്ക് പോകുന്ന ഒരു കുറച്ച് പഴയ സിനിമയാണ്. ഫ്രണ്ട്സ് എന്ന് പറയുന്ന സിനിമയില് എന്ത് ചെയ്യുന്നുണ്ട്? അപ്രന്റീസുകളായിട്ട് ജോലി ചെയ്യാനായിട്ട് ഞങ്ങൾ വന്നോട്ടെ എന്ന് ചോദിച്ചിട്ട് അവിടെ 3 കൂട്ടർ പോകുന്നുണ്ട് അല്ലെ? 3 ആളുകൾ പോകുന്നുണ്ട് നടന്മാരെ, ജയറാം, മുകേഷ്, ശ്രീനിവാസൻ. കേട്ടോ? അത് ആ സിനിമയിൽ എടുത്തു പറയുന്ന ഒരു വേർഡാണ് അപ്രന്റീസ്ഷിപ്പ് എന്ന് വെച്ചാൽ എന്താ? ആളുടെ കീഴില്, അതായത് ഒരു എംപ്ലോയറുടെ അല്ലെങ്കിൽ ഒരു ട്രെയിനറുടെ കീഴില് ആള് മെയിൻ സ്കിൽഡ് ആയിട്ടുള്ള പുള്ളി ഭയങ്കര എഫിഷ്യന്റ് ആയിട്ടുള്ള പെയിന്റുകാരനാണ്. ആ പെയിന്റുകാരന്റെ കീഴില് ഇവര് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും കാര്യത്തിലാണ് പക്ഷെ ഇവിടെ ജോലിയായിട്ട് അത് പഠിക്കുക ഉദ്ദേശം ആ ഒരു കാര്യം എങ്ങനെയാണെങ്കിലും കൃത്യമായി പഠിച്ചെടുക്കുക. അതിന്റെ ഓരോ കാര്യങ്ങളും അത് പഠിച്ചെടുക്കുന്നതോടൊപ്പം തന്നെ അവരെന്ത് ചെയ്യുന്നത്? ആ ജോലി ചെയ്യുന്നുണ്ടല്ലോ, അതുകൊണ്ട് ഒരു ചെറിയ കൂലി വൈകുന്നേരം അവിടെ കൊടുക്കുക. അങ്ങനെയുള്ള ജോലിയാണ് അപ്രന്റീസ്ഷിപ്പ്. പണ്ടൊക്കെ നമ്മുടെ എന്താ പറയാ കുറച്ച് ഇയേഴ്സ് ഒക്കെ ബാക്കിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ മക്കളൊക്കെ ഒരു 10ലും 12 പ്ലസ് ഡിഗ്രി ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ അച്ഛനമ്മമാരെ എന്ത് ചെയ്യുന്നത്? പിന്നെ കുറച്ച് ഗ്യാപ്പ് ഉണ്ടായിരുന്നു അടുത്ത ക്ലാസ്സുകളിലേക്ക് തുടങ്ങാനായിട്ട്. അതുകൊണ്ട് അവിടെ ഒരു ഗ്യാപ്പ് ഉള്ളപ്പോ ഇതുപോലെ ചില ആളുകളെ കൊണ്ടുപോയി ഇതുപോലെ എവിടെയെങ്കിലും ആക്കും കുട്ടികളെ, വർക്ക് ഷോപ്പ്, അതുപോലെ തന്നെ തയ്യൽ കടകളില്. അപ്പൊ തയ്യൽ കടയിൽ നിന്നിട്ട് തയ്യലിന് പഠിക്കുകയും ചെയ്യാം. അത് പഠിച്ചു കഴിയുമ്പോൾ അതോടൊപ്പം തന്നെ അവിടെ ചെയ്തു കൊടുക്കുന്ന ചെറിയ ജോലിക്ക് വേറെ ജോലിയല്ല, ഈ കഴിക്കുന്നതിന്റെ ചില കാര്യങ്ങൾ കട്ട് ചെയ്ത് കൊടുക്കുന്നതോ കട്ടിങ്ങൊന്നും അല്ലാത്തതാണ് ആദ്യം പഠിപ്പിക്കുന്നത്. അപ്പൊ എന്തെങ്കിലും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നതോ ചെറിയ സ്റ്റിച്ചിങ് ഒക്കെ അവർക്കും കൊടുക്കുമല്ലോ. അപ്പൊ അതിന് ഒരു ചെറിയ ഒരു വേജസ് ഇൻകം ആയിട്ട് അവർക്കും കൊടുക്കും. അങ്ങനെയുള്ള ജോലി അതാണ്. അപ്പൊ ട്രെയിനറുടെ അടുത്ത് നിന്ന് ഈ ജോലി പഠിക്കുകയും ചെയ്യാം, ചെറിയൊരു വരുമാനം നേടുകയും ചെയ്യാം. അതിനെയാണ് നമ്മൾ അപ്രന്റീസ്ഷിപ്പ് എന്ന് പറയാം. ഇതൊക്കെ ഓൺ ദ ജോബാണ്. എന്തുകൊണ്ടാണ്? അതൊക്കെ യഥാർത്ഥ ജോലി സ്ഥലത്ത് ഇരുന്നിട്ടാണ് അവിടുത്തെ ടൂൾസ് ഒക്കെ ഉപയോഗിച്ചാൽ ചെയ്യുന്നത്. അതുകൊണ്ട് അതിനെ നമ്മൾ ഓൺ ദ ജോബ് ട്രെയിനിങ് എന്ന് വിളിക്കും. ഓൺ ദ ജോബ് ട്രെയിനിങ്ങിൽ 2 എണ്ണം വരുന്നുണ്ട്: ജോബ് ഇൻസ്ട്രക്ഷൻ ട്രെയിനിങ്ങും ജോബ് ആൻഡ് അപ്രന്റീസ്ഷിപ്പും. ക്ലിയർ ആയോ ഇത്രയും വരെ? ഇതെല്ലാം അണ്ടർലൈൻ ചെയ്യണം കേട്ടോ. ജോബ് ഇൻസ്ട്രക്ഷൻ ട്രെയിനിങ് അണ്ടർലൈൻ ചെയ്യണം, അപ്രന്റീസ്ഷിപ്പും അണ്ടർലൈൻ ചെയ്യണം. ക്ലിയർ അല്ലേ? പറഞ്ഞോട്ടെ അടുത്തത്. യെസ്, അത് കുറച്ച് എളുപ്പമുള്ള ഭാഗമാണ് കേട്ടോ. അതുകൊണ്ട് വലിയ എന്താ പറയാ അധികം പറയേണ്ട ആവശ്യമില്ല, എന്തായാലും പറയുന്നുണ്ട്. നെക്സ്റ്റ് അപ്പൊ നമ്മൾ പറഞ്ഞു ട്രെയിനിങ്ങിന്റെ രീതികൾ, മെത്തേഡുകൾ പ്രധാനമായിട്ടും 2ആണ്: ഓൺ ദ ജോബ് ട്രെയിനിങ് ആൻഡ് ഓഫ് ദ ജോബ് ട്രെയിനിങ്. ഓൺ ദ ജോബ് ട്രെയിനിങ് ആണ് ഇപ്പൊ നമ്മൾ പറഞ്ഞ. അതിനകത്ത് വരുന്നതാണ് 2 എണ്ണം: JIT, ജോബ് ഇൻസ്ട്രക്ഷൻ ട്രെയിനിങ്ങും അപ്രന്റീസ്ഷിപ്പും. നമുക്ക് ഓഫ് ദ ജോബ് ട്രെയിനിങ്ങിലേക്ക് പോകാം. അപ്പൊ ഓൺ ദ ജോബ് ട്രെയിനിങ് നമ്മൾ പറഞ്ഞു യഥാർത്ഥ വർക്ക് പ്ലേസിൽ യഥാർത്ഥ ടൂൾസ്, എക്യുപ്മെന്റ്സ്, ഡോക്യുമെന്റ്സ് ഒക്കെ ഉപയോഗിച്ച് ട്രെയിനർ അല്ലെങ്കിൽ എംപ്ലോയർ ട്രെയിനിയെ പഠിപ്പിക്കുന്നു, പ്രാക്ടിക്കൽ നോളജ് പറഞ്ഞു കൊടുക്കുന്നു, മനസ്സിലാക്കി കൊടുക്കുന്നു. ഓക്കെ, അപ്പൊ ഓഫ് ദ ജോബ് ട്രെയിനിങ് എന്തായിരിക്കാം? യഥാർത്ഥ വർക്ക് പ്ലേസിലല്ല, ആക്ച്വൽ വർക്ക് പ്ലേസിന്റെ കുറച്ച് എവിടെയോ ദൂരെയായിട്ട് ആ വർക്ക് ഫ്ലോറിന്റെ അവിടെ നിന്ന് അകലെയായിട്ടായിരിക്കും ഈ പറയുന്ന ട്രെയിനിങ് കൊടുക്കുക. ലേണിംഗ് ഫ്രം ഔട്ട്ഡോർ, കുറെ ദൂരെ നിന്ന്, ചിലപ്പോ ആക്ച്വൽ വർക്ക് പ്ലേസ് വേറെ സ്ഥലത്തായിരിക്കും, വേറൊരു സ്ഥലത്തായിരിക്കും ഇതിനു വേണ്ടിയിട്ട് ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യാം. ഓക്കെ, യഥാർത്ഥ ജോലി സ്ഥലത്തല്ലാതെ എന്ത് ചെയ്യുന്നു? എംപ്ലോയീസിനെ അല്ലെങ്കിൽ വർക്കേഴ്സിനെ കൊണ്ടുപോയിട്ട് അവരുടെ ജോബ് അവരെന്തൊക്കെയാണ് ചെയ്യേണ്ടത് അത് വേറൊരു സ്ഥലത്ത് വെച്ച് പഠിപ്പിച്ചു കൊടുക്കും. അതാണ് ഓഫ് ആണ് ഓഫ് ദ ജോബ് ട്രെയിനിങ്. ക്ലിയർ ആയോ? എന്താണ് ഓഫ് ദ ജോബ് ട്രെയിനിങ്? മനസ്സിലായോ? അണ്ടർലൈൻ ചെയ്യണം. ഓൺ ദ ജോബ് ട്രെയിനിങ് വേറെ, ഓഫ് ദ ജോബ് ട്രെയിനിങ് വേറെ. ഓൺ ദ ജോബ് യഥാർത്ഥ വർക്ക് പ്ലേസിലേക്ക്. ഇവിടെ ഒരു ടീച്ചർ പുതിയതായിട്ട് വരികയാണ്. അപ്പൊ ടീച്ചർക്ക് ഒത്തിരി എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടായിരിക്കാം.
അത് ഓഫ്ലൈൻ ക്ലാസ്സുകൾ എടുത്തിട്ടായിരിക്കാം ടീച്ചർക്ക് എക്സ്പീരിയൻസ് ഉള്ളത്. നമ്മൾ ഇവിടെ എന്താണോ ചെയ്യേണ്ടത് അത് നമ്മൾ മനസ്സിലാക്കി കൊടുക്കുന്നത് എങ്ങനെയാണ്? ഇവിടെ കൊണ്ടുവന്നത് ഇന്നത്തെ ക്യാമറ ഒക്കെ ഓഫ് ചെയ്ത് വെച്ചിട്ട് ടീച്ചറോട് പറയുന്നത് ഇവിടെയാണ് ഇത് ഒരു നോട്ട് ഇവിടെ ഇങ്ങനെ പ്രസന്റ് ചെയ്യണം. അതിനുശേഷം നിങ്ങൾ ക്ലാസ് എടുക്കാൻ നേരത്ത് ഇത് സൗണ്ട് ഓൺ ചെയ്യണം, ക്യാമറ ഓൺ ആക്കണം. അതുപോലെ തന്നെ നമുക്ക് പഠിപ്പിക്കുന്ന ചാപ്റ്റർ ഏതാണോ അത് ഇവിടെ ഇങ്ങനെ എടുത്ത് ഇടണം, പ്രസന്റ് ചെയ്യണം. അതിനുശേഷം നമ്മൾ ക്ലാസ് ടൈമിന്റെ കറക്റ്റ് ടൈം ആകുമ്പോൾ നമ്മൾ ക്യാമറയും വീഡിയോയും നമ്മളുടെ ഓഡിയോയും വീഡിയോ ഒക്കെ നമ്മൾ ഓൺ ആക്കണം. കുട്ടികൾക്ക് ആദ്യം ഒരു ഇൻസ്ട്രക്ഷൻ കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടെ ഓൺലൈനിൽ കൊടുക്കണം. ഇങ്ങനെ കുറെ ഇൻസ്ട്രക്ഷൻസ് മനസ്സിലായോ? അത് ഇവിടെ തന്നെ എടുത്തിട്ടാണ് ഓൺലൈൻ കൊടുക്കണേ. അപ്പൊ ഇവിടെ തന്നെ എടുത്ത് കൊടുക്കുമ്പോൾ അതൊരു ഓൺ ദ ജോബ് ട്രെയിനിങ് ആയി. മനസ്സിലായോ? അതല്ല വേറെ ഏതെങ്കിലും കാര്യങ്ങളെ കുറിച്ചിട്ട് ഒരു ട്രെയിനിങ് കൊടുക്കുമ്പോൾ അത് എവിടെയെങ്കിലും വെച്ചിട്ട് കൊടുക്കാം. ഇപ്പൊ ഈ ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ ഈ എന്താ പറയാ കുടുംബശ്രീ വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ ഈ എന്താണ് അബാക്കസ് നമ്മുടെ പ്രദേശത്തുള്ള ഒരു 10-20 കുട്ടികളൊക്കെ നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു ഇപ്പൊ സ്ത്രീകൾക്കൊക്കെ വീട്ടിലിരിക്കുമ്പോൾ അല്ലേ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ആളുകൾക്ക് വേണമെങ്കിൽ നമ്മൾ ഒരു ട്രെയിനിങ് തരും. ഈ അബാക്കസ് പഠിപ്പിക്കുന്ന രീതി അതെങ്ങനെയൊക്കെയാണ്, അതിന്റെ ടൂൾസ് ഒക്കെ തരും. പൈസ ചെറിയൊരു എമൗണ്ട് കൊടുത്താൽ മതി. ആ ടൂൾസ് ഒക്കെ നിങ്ങൾക്ക് തന്നിട്ട് അത് വെച്ചിട്ട് നിങ്ങൾക്ക് പഠിപ്പിച്ച ഒരു ട്രെയിനിങ് തരും. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ പ്രദേശത്ത് ഒരു പർട്ടിക്കുലർ ലൊക്കാലിറ്റിയിൽ 10-20 സ്റ്റുഡൻസിനെ ഒക്കെ നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് അവർക്ക് ആ ഒരു കാര്യം പഠിപ്പിച്ചു കൊടുക്കാം. അബാക്കസിന്റെ ഒരു ടീച്ചിങ് പ്രോഗ്രാം ഉണ്ടാവും. ഞാൻ എവിടെയൊക്കെയോ വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ ഷെയർ ചെയ്ത് കണ്ടു ഞാൻ. ഓക്കെ, ചില സ്ഥലത്തൊക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് അതൊന്ന് പഠിച്ചെടുത്താൽ മതി. ചിലപ്പോ അത് അതിന് വേണ്ടിയിട്ട് ട്രെയിനിങ്ങിന് വേണ്ടി നമുക്ക് ഇന്ന സ്ഥലത്ത് നമ്മളോട് ചെല്ലാൻ പറയും. അപ്പൊ നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ഏതെങ്കിലും പ്രദേശത്ത് വെച്ചിട്ട് അവരത് കണ്ടക്ട് ചെയ്യും. സോ വി ഹാവ് ടു റീച്ച് ദാറ്റ്. നമ്മൾ അവിടെ ചെല്ലുന്നു. നമ്മുടെ വീട്ടിൽ ഒന്ന് പറഞ്ഞു കഴിഞ്ഞല്ല, നമ്മുടെ വീട്ടില് നമുക്കൊരു ക്ലാസ് റൂം ഉണ്ടാക്കാനുള്ള സ്പേസ് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ അവിടെ വരുന്ന അവർ പറഞ്ഞു തരില്ല. ഇതുപോലെ ആഗ്രഹിക്കുന്ന ഒരുപാട് ചിലപ്പോ ഫീമെയിൽസ് ഉണ്ടായിരിക്കും, സ്ത്രീകൾ ഉണ്ടായിരിക്കും. അപ്പൊ അവരെല്ലാവരും കൂടി ഒരു പ്രത്യേക സ്ഥലത്ത് വിളിച്ചു കൂട്ടും. അപ്പൊ അവിടെ ചെന്നിട്ട് അവര് നമുക്ക് ഇതൊക്കെ കാണിച്ച് മനസ്സിലാക്കി തരും. അങ്ങനെയാണ് എന്ന് തോന്നുന്നു. അങ്ങനെ ഒരു ഇൻഫർമേഷൻ ഗ്രൂപ്പിലൊക്കെ ഷെയർ ചെയ്തപ്പോൾ ഞാൻ വായിച്ചു കേട്ടതാണ്. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പൊ ഇതൊക്കെ ഓഫ് ദ ജോബ് ട്രെയിനിങ് ആണ്. ഓഫ് ദ ജോബ് ട്രെയിനിങ് എങ്ങനെയൊക്കെയാണ് നടത്തുക അവർ പറഞ്ഞിട്ടുണ്ട്. ലെക്ചേഴ്സ് എന്ന് വെച്ചാൽ ഒരു ലെക്ചർ പോലെ, ഇതിപ്പോ എവിടെയെങ്കിലും എല്ലാവരോടും വിളിച്ചു കൂട്ടി ഇരുത്തിയിട്ട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക. അതായത് ഇപ്പൊ ഒരു ഓഫീസിൽ ഒരു ജോലി, ഒരു ഓർഗനൈസേഷനിൽ അവിടുത്തെ എംപ്ലോയീസിന് എന്തെങ്കിലും തരത്തിലുള്ള ട്രെയിനിങ് കൊടുക്കണം. അവർ ചെയ്യുന്ന ജോലിയെ കുറിച്ച് അവർക്ക് വ്യക്തതയില്ല, അവർ കൃത്യമായി ചിലപ്പോൾ ചെയ്യുന്നില്ല, എഫിഷ്യന്റ് ആയി ചെയ്യുന്നില്ല. അപ്പൊ എല്ലാവരെയും വിളിച്ചവരെയും ഒരുമിച്ച് കൂട്ടും. എന്നിട്ട് ഒരു ലെക്ചർ അങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നു. അത്രേ ഉള്ളൂ. അതാണ് അതും ഇങ്ങനെ ട്രെയിനിങ് തന്നെയാണ്. പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നു. വാങ്ങേണ്ടതല്ല. ചില ഇൻസ്ട്രുമെന്റ്സ് ഒന്നും വലിയ എക്യുപ്മെന്റ്സ് ഒന്നും ആവശ്യം വരില്ല. ഉണ്ടെങ്കിലും അത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നു അവര് ലെക്ചർ പോലെ. നെക്സ്റ്റ് വെസ്റ്റിബ്യൂൾ ട്രെയിനിങ് ആണ്. വെസ്റ്റിബ്യൂൾ എന്ന് പറഞ്ഞാൽ ഒരു ക്ലാസ് റൂം പോലെ കണ്ടക്ട് ചെയ്യുന്നു. ഇതൊരു ക്ലാസ് റൂം, മനസ്സിലായി? മറ്റേത് ഇങ്ങനെ എല്ലാവരും വിളിച്ചു കൂട്ടി ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഒരു സ്ഥലത്ത് ഇരുന്നിട്ട് അവർക്ക് മനസ്സിലാക്കി കൊടുക്കുന്നു. ഇതൊരു ക്ലാസ് റൂം ട്രെയിനിങ് ആണ്. അത് എന്താ പറയാ എക്യുപ്മെന്റുകൾ, അതുപോലെ മെഷീൻസ് ഒക്കെ അതുപോലെ ശരിക്കും അതല്ല, ഒറിജിനൽ അല്ല, ഐഡന്റിക്കൽ ആയിട്ടുള്ള മെഷീൻസ് അതുപോലെ എക്യുപ്മെന്റ്സ് ഒക്കെ യൂസ് ചെയ്ത് അവർക്ക് ട്രെയിനിങ് കൊടുക്കുന്നു. അതാണ് വെസ്റ്റിബ്യൂൾ ട്രെയിനിങ്. അത് ഞാനൊരു ഉദാഹരണം പറയാം. ഇപ്പൊ ഡോക്ടേഴ്സ് ഒക്കെ ആൾക്കാർ പഠിക്കുന്ന കുട്ടികള് പഠിത്തമൊക്കെ കഴിഞ്ഞ് ഇറങ്ങി കഴിയുമ്പോൾ അവര് എന്താ പറയാ എന്തെങ്കിലും ട്രെയിനിങ്ങിന് വേണ്ടി കയറുമല്ലോ. അപ്പൊ എന്താ പറയാ എന്തെങ്കിലും ബോഡിയുടെ ഇന്നർ ആയിട്ടുള്ള പാർട്സിനെ കുറിച്ചിട്ടുള്ള പഠനങ്ങളൊക്കെ ഇവർക്ക് ഒരു പുസ്തകത്തിൽ ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞു കേട്ട് പഠിച്ചതൊക്കെ ഉണ്ട്. പക്ഷെ അത് പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു നോളജിലേക്ക് കൊണ്ടുപോകാൻ എന്ത് ചെയ്യണം? ഈ മനുഷ്യ ശരീരത്തിന്റെ ഇന്റേണൽ ആയിട്ടുള്ള ഓർഗൻസ് ഒക്കെ മുഴുവനും എടുത്തൊന്നും വയ്ക്കാൻ പറ്റില്ല. അപ്പൊ അതിന് ഐഡന്റിക്കൽ ആയിട്ട് എന്താ പറയാ ഇവർക്ക് ഹോസ്പിറ്റൽസിലോ അല്ലെങ്കിൽ ഇവരുടെ ക്ലാസ് റൂമിലൊക്കെ എന്തുണ്ടാകും? അവിടെ കോളേജസിൽ, മെഡിക്കൽ കോളേജസിലൊക്കെ ഇതിന് വേണ്ടിയിട്ടുള്ള ലാബുകൾ ഉണ്ടായിരിക്കും. ഇതുപോലെ എന്താ പറയാ ഇതുപോലെ തോന്നുന്ന ചിലപ്പോൾ ഉണ്ടാക്കി വെച്ചിട്ട് ഇപ്പൊ സ്കെൽറ്റൽ നടത്തുന്നല്ലോ നമ്മള് ഹോസ്പിറ്റൽസിലൊക്കെ എവിടെയെങ്കിലും ഇരിക്കുന്നതാണ് അല്ലെ. അപ്പൊ അത് നമ്മളുടെ ചില കാര്യങ്ങളൊക്കെ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനാണ്. അതുപോലെ ഇന്റേണൽ ഓർഗൻസിന്റെയും പാർട്സ് ഒക്കെ മനസ്സിലാക്കി കൊടുക്കാൻ അതുപോലെയുള്ള ചില ഡെമോ കാണിക്കാൻ പറ്റിയ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ചില സാധനങ്ങളാണ്. അതാണ് ആ ടൂൾസ് എക്യുപ്മെന്റ്സ് ഒക്കെ വെച്ചിട്ട് എന്ത് ചെയ്യുന്നു? ഒരു ക്ലാസ് റൂമിൽ വിളിച്ചിരുത്തി എല്ലാ കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നു. അതൊക്കെ വെസ്റ്റിബ്യൂൾ ട്രെയിനിങ്ങിന്റെ ഭാഗമാണ്. അപ്പൊ ലെക്ചേഴ്സ് ഉണ്ട്, വെസ്റ്റിബ്യൂൾ ട്രെയിനിങ് ഉണ്ട്, പിന്നെന്താ കോൺഫറൻസ്. അതും ഇതുപോലെ തന്നെ വലിയ ഹോളൊക്കെ അറേഞ്ച് ചെയ്തിട്ട് ആ ഹോളിൽ വെച്ചിട്ട് എന്ത് ചെയ്യുന്നു? ഇതുപോലെ ട്രെയിനിങ് എംപ്ലോയീസിന് കൊടുക്കുന്നു. അതാണ് അത്
കോൺഫറൻസ് പോലെ നിർത്തുക. പിന്നെ ഗ്രൂപ്പ് ഡിസ്കഷൻസ്, അവിടെ എന്താ, അതും ഒരു ടൈപ്പ് ഓഫ് ട്രെയിനിങ് ആണ്. എംപ്ലോയറും അതുപോലെ ട്രെയിനി വരുന്ന ആളുകളും എല്ലാവരും കൂടി ഇരുന്നിട്ട് ആലോചിച്ച് ഗ്രൂപ്പായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഡിസ്കസ് ചെയ്ത്, ഇപ്പൊ ഓരോ ഗ്രൂപ്പുകളായിട്ടൊക്കെ തരംതിരിച്ച് ഒരു വലിയ യൂണിറ്റ് ഓഫ് ആളുകൾ എംപ്ലോയീസ് ട്രെയിനിങ്ങിന് വേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അതിനെ ചിലപ്പോൾ കുറച്ച് കുറച്ച് ഗ്രൂപ്പുകളായിട്ട് ക്ലാസിഫൈ ചെയ്ത് ആ ഗ്രൂപ്പിൽ അവർ തന്നെ ഡിസ്കസ് ചെയ്ത് ആ കാര്യങ്ങൾ ഇപ്പൊ അറിയില്ലാത്തതുകൊണ്ട് അവരെ ഷെയർ ചെയ്ത് കൊടുക്കുക. അത് തരം ട്രെയിനിങ് ആണ്. അപ്പൊ ട്രെയിനിങ്ങിന്റെ ഓഫ് ദ ജോബ് ട്രെയിനിങ്ങിന്റെ വിവിധ രീതികളാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ലെക്ചേഴ്സ്, വെസ്റ്റിബ്യൂൾ ട്രെയിനിങ്, കോൺഫറൻസ്, ഗ്രൂപ്പ് ഡിസ്കഷൻസ്, പിന്നെ കേസ് സ്റ്റഡീസ്. കേസ് സ്റ്റഡി എങ്ങനെയാ, നമ്മൾ സ്വന്തമായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുക, ചെയ്ത് പഠിക്കുക. ലോയേഴ്സ് ഒക്കെ ചെയ്ത കേസ് സ്റ്റഡി ഒക്കെ പഠിക്കാം. എങ്ങനെയത് ലോയേഴ്സ് എങ്ങനെ പഠിക്കുക, നിങ്ങൾ ഓർത്ത് നോക്കുക. അതുപോലെ ഡോക്ടേഴ്സും കേസ് സ്റ്റഡീസ് പഠിച്ചിട്ടാണ്. ലേണിംഗ് ബൈ ഡൂയിങ് ആണ്. എന്ന് വെച്ചാൽ എന്താ, ഡോക്ടർമാരാകാനായിട്ട് പഠിക്കുന്ന ആളുകൾ 10 കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പ്രാക്ടിക്കലായി ചെയ്യണമെങ്കിൽ അവരെന്ത് ചെയ്യും, ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്ത് നോക്കുക. ചെയ്താ പഠിക്കുക, അല്ലെ? ചെയ്യാണ്ട് ഇതെനിക്ക് പറ്റില്ല എന്ന് നമുക്ക് പറഞ്ഞിരിക്കാൻ പറ്റുമോ? ഒരുപാട് ജോലികൾ നമ്മൾ അങ്ങനെ ചെയ്ത് പഠിക്കുന്നുണ്ട്. നമ്മൾ അറിയില്ല എന്ന് പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ ഒന്നും അങ്ങനെ തന്നെ ഇരിക്കുള്ളൂ, അല്ലെ? അസേം ലെറ്റ്സ് ട്രൈ, നമ്മൾ ട്രൈ ചെയ്ത് നമ്മൾ സ്വന്തമായിട്ട് പഠിക്കുകയും ചെയ്യുന്നു, നമ്മൾ അതിന്റെ എഫിഷ്യൻസി വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. അതാണ് കേസ് സ്റ്റഡീസ്. ലോയേഴ്സ് ഒക്കെ ഇപ്പൊ എന്തെങ്കിലും അവരുടെ മുമ്പിൽ എന്തെങ്കിലും കേസ് വരാണെങ്കിൽ അതിന് വാട്ട് വിൽ ബി ദ സൊല്യൂഷൻ, അതിനൊരു പോംവഴി അല്ലെങ്കിൽ അതിനൊരു എന്താ പറയാ, നമ്മൾ കേസ് വാദിക്കാൻ വേണ്ടിയിട്ടുള്ള ചില ഇതൊക്കെ അന്വേഷിച്ചു കൊടുക്കും, ഒരു ലുക്ക് ഹോൾസ് ഒക്കെ. അപ്പൊ അന്വേഷിച്ചു കൊടുക്കുമ്പോ അതിന് ഐഡന്റിക്കൽ ആയിട്ടുള്ള ഏതെങ്കിലും തരത്തില് നേരത്തെ എന്തെങ്കിലും കേസുകളോ മറ്റോ വന്നിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾക്ക് എടുത്ത് റെഫർ ചെയ്യും, പഠിക്കും, മനസ്സിലാക്കും. എന്നിട്ട് അതിനന്നേരം എന്തായിരുന്നു അതിന്റെ വിധി എന്നൊക്കെ അവർ നോക്കും. അപ്പൊ ആ കേസ് സ്റ്റഡീസിന്റെ ബേസിസിൽ ഇതൊക്കെ ഓൾസോ കോർട്ടിൽ പോയിട്ട് അത് അപ്പിയർ ചെയ്യാം, അതുപോലെ തന്നെ അതൊക്കെ അവർക്ക് വാദിക്കാം, അതിനുള്ള സൊല്യൂഷൻസ് കണ്ടെത്താം. ഓക്കെ, അതൊക്കെ കേസ് സ്റ്റഡീസിന്റെ ഭാഗമാണ്. ക്ലിയർ ആയോ? കേസ് സ്റ്റഡീസ്, ലേണിംഗ് ബൈ ഡൂയിങ്, മനസ്സിലായോ? ഓക്കെ, റോൾ പ്ലേയിങ് ആണ്. അടുത്തത് എന്താ? റോൾ പ്ലേയിങ് ആണ്. റോൾ പ്ലേയിങ് എന്ന് പറഞ്ഞാൽ ഒരു പ്രിറ്റൻഡിങ് ആണ്, ടു ബി സംവൺ എൽസ്. അതായത് നമ്മള് ആരെങ്കിലും ആയിട്ട് നമ്മൾ തന്നെ സ്വന്തമായിട്ട് അഭിനയിക്കുകയാണ്. ആക്ച്വലി നമ്മൾ ആ ഒരു സിറ്റുവേഷനിലല്ല, അല്ലാതെ നമ്മൾ അഭിനയിച്ച് കാണിക്കുക. അതും ഒരു ട്രെയിനിങ്ങിന്റെ ഭാഗമാണ്. ഇത് നമുക്ക് വേണമെങ്കിൽ പറയാം, ഇപ്പൊ എന്താ പറയാ, ഒരു ആള് പെട്ടെന്ന് കുഴഞ്ഞു വീഴുകയാണ്. അപ്പൊ കുഴഞ്ഞു വീഴുമ്പോ നമ്മൾ എങ്ങനെയാണ് ആളെ നമ്മൾ പരിചരിക്കേണ്ടത്, ശുശ്രൂഷിക്കേണ്ടത്, കെയർ ചെയ്യേണ്ടത്. അപ്പൊ അങ്ങനെ വരുന്ന ആളുകൾക്ക് ആദ്യം തന്നെ അവർ കിടക്കുന്ന പൊസിഷനിൽ അവരെ എവിടെയോ ഷോൾഡറിൽ രണ്ട് തട്ട് നിൽക്കുക, അതിനവര് എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നത് നോക്കുക. അപ്പൊ ചിലപ്പോ ഹാർട്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമായിരിക്കാം. അപ്പൊ CPR കൊടുക്കുക, കണ്ടോ? ഇങ്ങനെ അതെങ്ങനെയാണെന്ന് ചെയ്ത് കാണിച്ചു കൊടുക്കുന്നത്. പക്ഷെ നമ്മളപ്പോ ആ സമയത്ത് നമ്മൾ ആ ഒരു രോഗിയല്ല എങ്കിലും നമ്മൾ അങ്ങനെ വീണ് കിടക്കുന്നതും പ്രിറ്റൻഡ് ചെയ്യണം, അഭിനയിക്കാറ്. ബട്ട് വി ആർ നോട്ട് ആക്ച്വലി ഇൻ ദാറ്റ് പൊസിഷൻ. യഥാർത്ഥത്തിൽ നമ്മളൊരു അങ്ങനത്തെ ഒരാളല്ല, പക്ഷെ നമ്മളതൊരു റോളായിട്ട് നമ്മൾ പ്ലേ ചെയ്യുന്നു, ഒരു അഭിനയത്തിലൂടെ പല കാര്യങ്ങളും ട്രെയിൻ ചെയ്യാൻ പറ്റും. റോൾ പ്ലേ, ഇറ്റ്സ് ഓൾസോ അനദർ ടൈപ്പ് ഓഫ് ട്രെയിനിങ്. റോൾ പ്ലേ ചെയ്തുകൊണ്ട് നമുക്ക് ട്രെയിനിങ് കൊടുക്കാൻ പറ്റും. ക്ലിയർ ആയോ? Role playing can be defined as pretending to be someone else or pretending to be a particular situation. നമ്മൾ ആരോ ആയിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രത്യേക അവസ്ഥയിലായിട്ടോ നമ്മൾ അഭിനയിച്ച് കാണിക്കുന്നു. പക്ഷെ യഥാർത്ഥത്തിൽ നമ്മൾ ആ ഒരു ആളല്ല, അങ്ങനെ ഒരാളല്ല. പക്ഷെ അവിടെ കാണിക്കുകയാണ്, ഇത് ഇങ്ങനെയാണ്, ഈ സമയത്ത് നമ്മൾ ഇങ്ങനെ പ്രതികരിക്കണം, ഇന്ന ആളിങ്ങനെ വീണ് കിടക്കുമ്പോൾ നമ്മൾ ഇങ്ങനെയാണ് അതിന് ഒരു കെയർ കൊടുക്കേണ്ടത്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഇന്ന കാര്യം ചെയ്യുക, അതിനുശേഷം നിങ്ങൾ അടുത്ത സ്റ്റെപ്പ് ഇങ്ങനെ ചെയ്യണ്ടോ. അപ്പൊ നമ്മളവിടെ വീഴുന്നു, കുഴഞ്ഞു വീഴുന്നു. എന്നിട്ട് അതൊരു ട്രെയിനിങ്ങിന്റെ ഭാഗം. ക്ലിയർ ആയോ? റോൾ പ്ലേയിങ് മനസ്സിലായോ? യെസ്. നെക്സ്റ്റ് വൺ പ്രോഗ്രാംഡ് ഇൻസ്ട്രക്ഷൻസ് ആണ്. പ്രോഗ്രാംഡ് ഇൻസ്ട്രക്ഷൻസ് ആണ് ഇത്. ഇറ്റ്സ് ബൈ യൂസിങ് ഇലക്ട്രോണിക് കമ്പ്യൂട്ടർ. ഇലക്ട്രോണിക് കമ്പ്യൂട്ടറിനെ ഗൈഡാക്കി വെച്ചുകൊണ്ട് അതിനകത്ത് ഓരോ ഇങ്ങനെ പ്രോഗ്രാം ചെയ്ത് വെച്ചിരിക്കുന്ന കുറെ ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. അതിങ്ങനെ എവറി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് മനസ്സിലാക്കി അതിന് എന്ത് ചെയ്യുക, അതനുസരിച്ച് ജോലി ചെയ്യുക. ഓക്കെ, കമ്പ്യൂട്ടറിനെ നമ്മൾ ഗൈഡ് ആയിട്ട് കമ്പ്യൂട്ടറിൽ കുറെ പ്രോഗ്രാം ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചാലാണ് ബൈ ഡൂയിങ് ഈച്ച് ആൻഡ് എവറി സ്റ്റെപ്പ്, ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് അതിന്റെ സീരീസ് മനസ്സിലാക്കി നമ്മൾ എന്ത് ചെയ്യുന്നു, കാര്യങ്ങൾ ചെയ്യുന്നു, പെർഫോം ചെയ്യുന്നു. അങ്ങനെ നമ്മളുടെ ആ ഒരു സീരീസ് ഓഫ് ഓപ്പറേഷൻസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നു. അതും മറ്റൊരു ട്രെയിനിങ് ആണ്. അപ്പൊ കമ്പ്യൂട്ടറിന്റെ സഹായത്തോടെ ചെയ്യേണ്ട ചില ട്രെയിനിങ് ആണ് കേട്ടോ അത്. പ്രോഗ്രാംഡ് ഇൻസ്ട്രക്ഷൻ, പ്രോഗ്രാംഡ് എന്ന് ഓർക്കുക, കമ്പ്യൂട്ടർ പ്രോഗ്രാം. കമ്പ്യൂട്ടറിൽ ഓൾറെഡി ആ പ്രോഗ്രാംസ് ചെയ്തു വെച്ചിട്ടുണ്ട്. നമ്മളത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് മനസ്സിലാക്കി എന്ത് ചെയ്യുന്നു, ചെയ്യുന്നു. ക്ലിയർ ആയോ? പ്രോഗ്രാംഡ് ഇൻസ്ട്രക്ഷൻ മനസ്സിലായോ?
Yes. Next one, T group. And the last one ആണ് ലാസ്റ്റ് ഓഫ് ദ ജോബ് ട്രെയിനിങ്ങിൽ അവസാനത്തേതാണ് ടി ഗ്രൂപ്പ് ട്രെയിനിങ് എന്ന് പറയുന്നത്. അതിന്റെ ഈ ഗ്രൂപ്പ് പറയാം ആ ഒരു നേരത്തെ നമ്മള് എന്താ പറയാ ഓൺ ദ ജോബ് ട്രെയിനിങ് പറഞ്ഞു. അതിന്റെ അകത്ത് JIT അത് ഇമ്പോർട്ടന്റ് ആണ്, സെന്റൻസിനുള്ളിലും അപ്രന്റീസ്ഷിപ്പും അത് ഇമ്പോർട്ടന്റ് തന്നെയാണ്. പിന്നെ ഓഫ് ദ ജോബ് മെത്തേഡിൽ ആ മെയിൻ ആയിട്ടുള്ള ലെക്ചേഴ്സ്, വെസ്റ്റിബ്യൂൾ ട്രെയിനിങ്, അതുപോലെ തന്നെ കോൺഫറൻസ്, ഗ്രൂപ്പ് ഡിസ്കഷൻസ് അങ്ങനെയുള്ളതില്ലേ അത് മാത്രം പഠിച്ചാൽ മതി. പ്രോഗ്രാം ഇൻസ്ട്രക്ഷൻ, ടി ഗ്രൂപ്പ് ട്രെയിനിങ്. ടി ഗ്രൂപ്പ് ട്രെയിനിങ് ഫുള്ള് പഠിക്കാനുള്ളതാണ് കേട്ടോ. അതിനകത്തുള്ളത് ഓരോന്നുണ്ട്. അതായത് ഇതിനകത്ത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു എക്സ്പീരിയൻസ്ഡ് ബേസ് ആയിട്ടുള്ള ഒരു ട്രെയിനിങ് ആണ്. So the participants have to sit together or work together in small groups, which includes 8 to 14 members. ഒരു 8 to 14 മിനിമം മാക്സിമം 14 അതുവരെയുള്ള ചെറിയ ഗ്രൂപ്പുകളായിട്ട് ഈ ട്രെയിനിങ്ങിൽ പങ്കെടുക്കാനുള്ളവർ എന്ത് ചെയ്യുന്നു, എങ്ങനെ ക്ലാസിഫൈ ചെയ്തു, 8 to 14 പേരൊക്കെ ആയിട്ട് ഒരു ഗ്രൂപ്പായിട്ട് ഫോം ചെയ്യുന്നു. എന്നിട്ട് അവരെന്ത് ചെയ്യുന്നു, അവരുടെ ഒരുമിച്ചിരുന്ന് എന്താ പറയാ സ്വന്തമായിട്ട് പഠിക്കുന്നു. പഠിച്ച് അവർക്ക് എന്തെങ്കിലും കാര്യത്തെ കുറിച്ച് ഒരു വിഷയമോ അല്ലെങ്കിൽ എന്തെങ്കിലും പർട്ടിക്കുലർ കാര്യം ചെയ്യാനായിട്ട് കൊണ്ടുവരണം, അത് അവർ മനസ്സിലാക്കി പഠിച്ചെടുക്കുന്നു. അപ്പൊ അവരെന്ത് ചെയ്യുന്നു, അവർ തന്നെ സ്വന്തമായിട്ട് കാര്യങ്ങൾ അനലൈസ് ചെയ്ത് അവരുടെ ഓൺ എക്സ്പീരിയൻസിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കി ആണ് പഠിക്കുന്നത്. അപ്പൊ അവരുടെ ഫീലിങ്സ്, അവരുടെ റിയാക്ഷൻസ്, അവരുടെ ഐഡിയാസ്, അതുപോലെ അവരുടെ ബിഹേവിയർ, ഇതൊക്കെ ഇതിനകത്ത് റിഫ്ലക്ട് ചെയ്ത് വരും. അന്നേരം അവരുടെ സ്വന്തമായിട്ട് ഒരു ഗ്രൂപ്പിലേക്ക് ഇന്നൊരു കാര്യമാണ് നമ്മൾ ചെയ്യണത്, അപ്പൊ നിങ്ങളുടെ ഐഡിയ അനുസരിച്ച് ചെയ്തോ എന്ന് പറയുമ്പോൾ ആ ഗ്രൂപ്പുകാർ ചിന്തിച്ച് മനസ്സിലാക്കി അവരുടെ എക്സ്പീരിയൻസിൽ നിന്ന് അവർ പെർഫോം ചെയ്യുന്നു. കാരണം എന്താണെന്ന് വെച്ചാലേ ഇന്ന് പുതിയ എന്താ പറയുക ടാലന്റഡ് ആയിട്ടുള്ള ഒത്തിരി എന്താ പറയാ നല്ല യങ്സ്റ്റേഴ്സ് പഠിച്ചവിടെ ഇറങ്ങുന്ന ആളുകളൊക്കെ മെനി ഐഡിയാസ്, അവർക്ക് ഒരുപാട് ഐഡിയാസ് ഉണ്ട്. അവര് വേറെ രീതിയിലൊക്കെ എന്താ പറയാ മനസ്സിലാക്കി ചെയ്യും. അപ്പൊ ആ കാര്യങ്ങള് നമുക്ക് ചിലപ്പോൾ ഓർഗനൈസേഷൻസിന് പ്രയോജനപ്പെടുത്താൻ പറ്റും. പുതിയ തലമുറയുടെ പുതിയ ആശയങ്ങളൊക്കെ ഉപയോഗപ്പെടുത്താൻ പറ്റും അല്ലെ. നല്ല ആശയങ്ങൾ ഉണ്ടാവും, നല്ല കോൺസെപ്റ്റുകൾ ഉണ്ടാകും അവർക്ക്, നല്ല പെർസെപ്ഷൻ ഉണ്ടാകും അവർക്ക്. അപ്പൊ അതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു ഗ്രൂപ്പിലേക്ക് ഇന്ന കാര്യമാണ് നമുക്ക് ചെയ്യേണ്ടത് ഈ ഓർഗനൈസേഷനിൽ. അപ്പൊ വാട്ട്സ് യുവർ ഒപ്പീനിയൻ, വാട്ട്സ് യുവർ ഐഡിയ, ഈ ജോലി ചെയ്ത് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ നിങ്ങളുടെ ഒരു ഒപ്പീനിയൻ എന്താണ്, അതുപോലെ നിങ്ങൾക്ക് ഐഡിയ എന്താണ്, അതൊക്കെ അവർക്ക് അത് വിട്ടുകൊടുക്കുകയാണ് ശരിക്കും. അപ്പൊ അവരുടെ ഓൺ എക്സ്പീരിയൻസിൽ നിന്ന് അവരെല്ലാവരും കൂടി കളക്റ്റീവായിട്ട് മനസ്സിലാക്കി പഠിച്ച് അവരുടെ ഐഡിയാസും അവരുടെ ഫീലിങ്സും ഒക്കെ ഇട്ട് അത് ട്രെയിൻ ചെയ്ത് പഠിക്കുന്നു. ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ട്രെയിനിങ്. അതും ഒരു ട്രെയിനിങ് ആണ്. അതിനെ നമ്മൾ ടി ഗ്രൂപ്പ് ട്രെയിനിങ് എന്നാണ് വിളിക്കുക. ടി ഗ്രൂപ്പ് ട്രെയിനിങ് ഫുൾ ആയിട്ട് പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് മാത്രം ഫുൾ ആയിട്ട് പഠിക്കാം. ബാക്കിയെല്ലാം ഏതാണ് ഓഫ് ദ ജോബ് ട്രെയിനിങ്ങിന്റെ എക്സാമ്പിൾസ് ചോദിച്ചാൽ അത് മുഴുവനും ഓർക്കുക. ലെക്ചേഴ്സ്, വെസ്റ്റിബ്യൂൾ, കോൺഫറൻസ്, ഗ്രൂപ്പ് ഡിസ്കഷൻസ്, കേസ് സ്റ്റഡീസ്, റോൾ പ്ലേയിങ്, പ്രോഗ്രാം ഇൻസ്ട്രക്ഷൻ ആൻഡ് ടി ഗ്രൂപ്പ് ട്രെയിനിങ്. 8 ക്ലിയർ ആയോ? 8 മനസ്സിലായോ? മനസ്സിലായി? ഓക്കെ. സോ ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ്. അടുത്ത ടോപ്പിക്കിലേക്ക് കടക്കാം. പെർഫോമൻസ് അപ്രൈസൽ ആണ്. പെർഫോമൻസ് ആരുടെ പെർഫോമൻസ്? എംപ്ലോയീസിന്റെ പെർഫോമൻസ്. അപ്പൊ പെർഫോമൻസ് അപ്രൈസൽ എന്താണ്? ഇറ്റ്സ് എ പ്രോസസ് ഓഫ് എസ്റ്റിമേറ്റിംഗ് എംപ്ലോയീസ് പെർഫോമൻസ് ഓഫ് ജോബ് ഇൻ ടേംസ് ഓഫ് റിക്വയർമെന്റ്സ്. ഒരു ഓർഗനൈസേഷനിൽ എന്തൊക്കെ ജോലി, ആ ജോലിയുടെ ആവശ്യകത, അതനുസരിച്ച് എംപ്ലോയിയുടെ പെർഫോമൻസ് എത്രയുണ്ട് എന്ന് എസ്റ്റിമേറ്റ് ചെയ്യുന്നതാണ് എന്ത്? പെർഫോമൻസ് അപ്രൈസൽ എന്ന് പറയുന്നത്. ആ ഒരു പ്രക്രിയ. അതായത് ഇപ്പൊ ഇവിടെ ഈ ഒരു ജോലി പഠിപ്പിക്കലാണ്. എന്റെ ആ ഒരു പഠിപ്പിക്കുന്ന ആ ജോലിയിൽ എന്റെ പെർഫോമൻസ് എത്രത്തോളം ഉണ്ട് അത് വിലയിരുത്തുക. ദാറ്റ്സ് കോൾഡ് പെർഫോമൻസ് അപ്രൈസൽ. മനസ്സിലായോ? സിമ്പിൾ ആയിട്ട് പറയാൻ അത്രയുണ്ട്. മനസ്സിലായോ? ഇവിടെ നമ്മള് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന കോഴ്സ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ ഒരു എന്റെ ഓർഗനൈസേഷന് ഞാൻ എന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഇത്ര കാര്യങ്ങളുണ്ട്. ഇപ്പൊ ഇങ്ങനെയായിരിക്കണം ആ ടീച്ചറിന്റെ ക്ലാസ്, അല്ലെങ്കിൽ എല്ലാ ടീച്ചേഴ്സിന്റെ ക്ലാസ്സുകളും ഇങ്ങനെയായിരിക്കണം എന്ന് അവർക്കൊരു ഇതുണ്ട്, ഒരു സ്കോപ്പ് ഉണ്ട് നമ്മളെ കുറിച്ചിട്ട്. അപ്പൊ ആ ഒരു ലെവലില് ആ ഒരു ഓർഗനൈസേഷന്റെ ആവശ്യത്തിനനുസരിച്ച് എന്റെ പെർഫോമൻസ് എങ്ങനെയാണ്, അവർ ഉദ്ദേശിച്ച രീതിയിലാണോ, അവർ ഉദ്ദേശിച്ചതിനേക്കാൾ വളരെ താഴെയാണോ, അല്ലെങ്കിൽ ഒരു ആവറേജ് ആണോ, അല്ലെങ്കിൽ അതിനേക്കാൾ കുറച്ച് നല്ല എബവ് ആണോ, ഔട്ട്സ്റ്റാൻഡിംഗ് പെർഫോമൻസ് ആണോ, ഇതൊക്കെ വിലയിരുത്തുക. ഇതൊക്കെ ഇവാലുവേറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്. അതിനെ വിളിക്കുന്ന പേരാണ് പെർഫോമൻസ് അപ്രൈസൽ. ക്ലിയർ ആയോ? ക്ലിയർ ആയോ?
എല്ലാവർക്കും മനസ്സിലായല്ലോ? യെസ്. അപ്പൊ ഈ പെർഫോമൻസ് അപ്രൈസൽ എന്ന് പറയുന്നതാണ്. അപ്പൊ ഇല്ലേ, ഇപ്പൊ ഞാൻ വേണമെങ്കിൽ ഉദാഹരണം പറയാം. ഇപ്പൊ ഇവിടെ ഈ ഓർഗനൈസേഷനിൽ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് നമ്മൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ടീച്ചർ അല്ലെങ്കിൽ ടീച്ചേഴ്സ് ഇങ്ങനെയാണ് പഠിപ്പിക്കേണ്ടത്. ടീച്ചേഴ്സ് പഠിപ്പിക്കുമ്പോൾ കുട്ടികൾക്ക് അത് ഇത്ര ഗ്രഹിക്കണം, അല്ലെങ്കിൽ അവർക്ക് അങ്ങനെ അതിനെ കുറിച്ചൊരു ഐഡിയ ഇങ്ങനെ വരണം, അല്ലെങ്കിൽ അവരുടെ എക്സാമിന് വേണ്ടിയിട്ട് അവര് ഇങ്ങനെ ഈ ടൈപ്പ് ഓഫ് ഒബ്ജക്റ്റീവ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് അവര് അറ്റൻഡ് ചെയ്യേണ്ടത്. അതിന് വേണ്ടിയിട്ട് കൂടി അവരെ പ്രിപ്പയർ ചെയ്യണം. അതൊക്കെ ചെയ്തു കൊടുക്കാനായിട്ട് ടീച്ചേഴ്സിന് കഴിവുണ്ടോ? അല്ലെങ്കിൽ ഓരോ ടീച്ചേഴ്സും എങ്ങനെയാണ് വിലയിരുത്തുകയാണ്? ഇന്ന ടീച്ചർ ഓക്കെ, ആ ടീച്ചർ ഓക്കെ ആവറേജ്, അതെ ഇന്ന ടീച്ചർ ഓക്കെ, ഓ ടീച്ചർ സൂപ്പർ ആയിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഓർഗനൈസേഷൻ ഒരു വിലയിരുത്തലുകൾ നടത്തുന്നുണ്ട്. ആ പ്രക്രിയയാണ് നമ്മള് പെർഫോമൻസ് അപ്രൈസൽ എന്ന് വിളിക്കാം. സോ പെർഫോമൻസ് അപ്രൈസലിന് അത് അപ്രൈസൽസ് നടത്തുന്നത് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ സം ഇമ്പോർട്ടന്റ് പ്രോസസ്. ചില പ്രക്രിയയിലൂടെയാണ് നമ്മൾ ഈ പെർഫോമൻസ് അപ്രൈസൽ നടത്തുന്നത്. എന്തൊക്കെയാണ് ആ പെർഫോമൻസ് അപ്രൈസലിൽ ഉൾപ്പെട്ടിരിക്കുന്ന പ്രോസസ്സുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മൾ പറഞ്ഞില്ലേ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരു വിലയിരുത്തലാണ് എന്ന്. റേഞ്ച് കട്ടാകണം. ഇവിടെ എല്ലാവർക്കും റേഞ്ച് കട്ടാവല് ഉണ്ടാവും. ഇല്ല പോലെ അതെ, ചിലപ്പോ അവിടെ കൂടുതൽ റേഞ്ച് ഇഷ്യൂസ് ഇപ്പൊ എല്ലാ സ്ഥലങ്ങളിലും ഇടയ്ക്കിടയ്ക്ക് ഉണ്ട്. പക്ഷെ അത് ഇവിടത്തെ കംപ്ലൈന്റ് അല്ല, ഇവിടുത്തെ കുറച്ച് പേർക്ക് മാത്രമുള്ളതായിരിക്കും. ചിലപ്പോ അവിടുത്തെ ക്ലൈമാറ്റിക് കണ്ടീഷൻസ് ആയിരിക്കാം അതിനെ കാരണം കേട്ടാണ്. നമ്മൾ നെറ്റ് കട്ടാകുന്നു തോന്നുമ്പോൾ പെട്ടെന്ന് ലീവ് ചെയ്തിട്ട്, അല്ലെങ്കിൽ അവിടെ നിന്ന് കുറച്ച് എവിടെയെങ്കിലും പറഞ്ഞ് മഴ ഉള്ളത് കൊണ്ട് കുറച്ച് അവിടെ നിന്ന് ഇരിക്കുന്ന സ്ഥലത്ത് ഒന്ന് മാറിയൊക്കെ ഒന്ന് നിൽക്കുക, അല്ലെങ്കിൽ ഇരിക്കുക കേട്ടോ. കുറച്ചുകൂടി ഒന്ന് മൂവ് ചെയ്തിരിക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് ലീവ് ചെയ്തിട്ട് ഒന്നുകൂടി ജോയിൻ ചെയ്യാം. ഓക്കെ. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു പെർഫോമൻസ് എന്ത് ചെയ്യുന്നു, വിലയിരുത്തലാണെന്ന് പറഞ്ഞു. ഈ പെർഫോമൻസ് വിലയിരുത്തുന്നത് എങ്ങനെ? വിലയിരുത്തണമെങ്കിൽ എന്ത് വേണം? ഒരു സ്റ്റാൻഡേർഡ് വേണം. സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക നിലവാരം. ആ നിലവാരത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് വിലയിരുത്തലുകൾ നടത്താൻ പറ്റുള്ളൂ. ഉദാഹരണം, നമ്മൾ കുട്ടികളുടെ പഠിക്കുന്നതുമായി ബന്ധപ്പെട്ട റിസൾട്ട് ഒക്കെ നമ്മൾ നോക്കില്ലേ? അപ്പൊ നമ്മള് പലപ്പോഴും പാരന്റ്സിന്റെ ഒരു രീതിയുണ്ട്. നമ്മൾ എന്ത് ചെയ്യും? അവരെ വിലയിരുത്തും. എങ്ങനെ വിലയിരുത്തും? നിങ്ങള് ഒരു കുറച്ച് കാലഘട്ടങ്ങൾക്ക് മുമ്പ് വരെ, ഒരു 5, 6, 10 വർഷങ്ങൾക്ക് മുമ്പ് വരെ നമ്മള് കുട്ടികളെ വിലയിരുത്തും. എങ്ങനെ വിലയിരുത്തും? കമ്പയർ ചെയ്ത് വിലയിരുത്തും. അതല്ലേ നമ്മൾ കമ്പാരിസൺ ആണ് നടത്തുക. ഇപ്പൊ ഒരു വിലയിരുത്തൽ നമ്മൾ നടത്തില്ല. കാരണം അവര് നമ്മൾ വിലയിരുത്തിയാലും അവര് വലിയ വിലയൊന്നും കൽപ്പിക്കില്ല. അതുകൊണ്ട് വിലയിരുത്താൻ നമ്മൾ പോലെ അവരല്ലേ അവരുടെ പാഠം എങ്ങനെയെങ്കിലും പഠിക്കട്ടെ, പിള്ളേരുടെ ഇടയിൽ പറഞ്ഞാൻ പാടില്ല അല്ലെ, നമ്മൾ മുഖം കറുപ്പിച്ചൊന്നും പറയാൻ പാടില്ല. പേടിയാ അല്ലെ? പേടിയില്ലേ? നമ്മളുടെ മക്കളായി നമുക്ക് പേടിയില്ലേ? എന്തൊക്കെ കാരണങ്ങൾ അല്ലെ? മുന്നൊക്കെ അത് ഓരോ വാർത്തകൾ ഇങ്ങനെ വരുമ്പോ ഭയങ്കര വലിയ എക്സ്പ്ലനേഷനും അതിനെ കുറിച്ചിട്ടുള്ള ഒത്തിരി ആവശ്യമുള്ളതും ഇല്ലാത്തതുമായിട്ടുള്ള കുറെ ഇൻഫർമേഷൻസ് ആളുകളുടെ മനസ്സിലേക്കും, ആളുകളുടെ മാത്രമല്ല കുട്ടികളുടെ മനസ്സിലേക്ക് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുക. ഫിലിംസിലൂടെയും ഒക്കെ ഇതൊക്കെ കണ്ടും കേട്ടും കുട്ടികളുടെ മനസ്സിലൊക്കെ എപ്പോഴും ഇങ്ങനെയാവും. അപ്പൊ എന്തെങ്കിലും ഒന്ന് ആരെങ്കിലും ഒന്ന് വഴക്ക് പറയുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും പറയുകയോ ചെയ്യുമ്പോ എന്ത് പറ്റും? കുട്ടികൾ അപ്പം തന്നെ അവരുടെ മൈൻഡ് അവരങ്ങനെ ഇങ്ങനെ ചെയ്തു. അപ്പൊ നമുക്ക് കണ്ടോ, ചെറിയ കുട്ടികൾ വരെ ഇന്ന് എന്തൊക്കെയാ ചെയ്തുകൊണ്ടുവന്നത്. അപ്പൊ നമുക്ക് ഒത്തിരി പേടിയുണ്ട് അതിനെ കുറിച്ചിട്ട്. അതുകൊണ്ട് നമ്മളിപ്പോ കാര്യമായിട്ട് വലിയ കാര്യമായിട്ടൊക്കെ ഒന്നും പറയാൻ പറ്റില്ല. പക്ഷെ കുറച്ച് നാളുകൾ മുമ്പ് വരെ നമ്മൾ വിലയിരുത്തിയിരുന്നുണ്ട്. നീ അവിടുത്തെ അവനെ കണ്ടോ, നിന്റെ ഇവിടെ അല്ലേ അവനും പഠിക്കുന്നത്, അവനെന്തൊക്കെ അത്രയും മാർക്ക് വാങ്ങിച്ചല്ലോ, സ്കോർ ചെയ്തല്ലോ, അതാണ് ഇതാണ് എന്നൊക്കെ പറയും അല്ലെ? അങ്ങനെ പറയും. അതല്ലേ കമ്പാരിസൺ ആണ് നമ്മൾ വിലയിരുത്താൻ ഉപയോഗിക്കുന്ന ഒരു മാർഗം. നമ്മൾ എന്ത് ചെയ്യുന്നു? മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യുന്നു അല്ലെ? അപ്പൊ ഇവിടെയും ഒരു കമ്പാരിസൺ ഉണ്ട്. എന്തുമായി കമ്പയർ ചെയ്യണം? എംപ്ലോയീസിന്റെ പെർഫോമൻസിന് നമ്മൾ എങ്ങനെ കമ്പയർ ചെയ്യും? സോ ഫോർ ദാറ്റ് വി ഹാവ് ടു എസ്റ്റാബ്ലിഷ് സം സ്റ്റാൻഡേർഡ്. അതിനുവേണ്ടി നമ്മളൊരു സ്റ്റാൻഡേർഡ് എസ്റ്റാബ്ലിഷ് ചെയ്യും. ഇപ്പൊ ഉദാഹരണത്തിന് ഇവിടെ ടീച്ചേഴ്സ് വന്ന് പഠിപ്പിക്കുന്നു. ഓർഗനൈസേഷൻ പറയാം, നിങ്ങളിൽ നിന്നും നമ്മളുടെ 80% റിസൾട്ട് ആണ് പ്രതീക്ഷിക്കുന്നത്. എന്ന് വെച്ചാൽ ടീച്ചേഴ്സ് അവരുടെ വന്ന് തുടങ്ങിയിട്ടുള്ളൂ. അപ്പൊ ഒരു 80% ഔട്ട്പുട്ട് നമുക്ക് തന്നെ നിങ്ങളിൽ നിന്ന് ഞങ്ങളൊരു 80% പ്രതീക്ഷിക്കുന്നുണ്ട് എന്ന് നമ്മളുടെ എന്താ പറയാ ഓർഗനൈസേഷൻ വിചാരിച്ചേക്കണം. 80% ആണ് റിസൾട്ട് കിട്ടുന്നത്. എന്ന് വെച്ചാൽ ടീച്ചേഴ്സിന്റെ പെർഫോമൻസ് കൊണ്ട് അല്ലെങ്കിൽ ടീച്ചേഴ്സിന്റെ ആ ഒരു ക്ലാസ്സുകൾ കൊണ്ട് നമുക്ക് സ്റ്റുഡൻസിനെ ഇവിടെ ഇങ്ങനെ പിടിച്ചിരുത്താനായിട്ട് പറ്റണം. അല്ലെങ്കിൽ പിള്ളേർ ഡ്രോപ്പ് ഔട്ട് ആയിട്ട് പോകും അല്ലെ? കുറഞ്ഞു പോകും. എന്ത് ക്ലാസ് ആണത്?
എന്താണ് അല്ലെ എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ പിള്ളേർ ഇട്ടിട്ട് പോകും. പകുതി വേണം, 1 മാസം കഴിയുന്നതിന് മുമ്പ് തന്നെ അതിന് ഡ്രോപ്പ് ചെയ്ത് പോകാൻ സാധ്യത. അപ്പൊ അത് ഇല്ലാതിരിക്കാനായിട്ട് ഒരു സ്റ്റാൻഡേർഡ് ഇത്ര നിലവാരത്തിൽ അപ്പൊ എന്ത് ചെയ്യുന്നു, ആ നിലവാരം അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു. സോ ഈ സ്റ്റാൻഡേർഡ് ഇവരെന്ത് ചെയ്യുന്നു, ആ എസ്റ്റാബ്ലിഷ് ചെയ്തത് ഇറ്റ് ഷുഡ് ബി കൺവെയ്ഡ് ടു ദ എംപ്ലോയീസ്. അത് എംപ്ലോയീസിനോട് പറയുന്നു, ഞങ്ങൾ മുകളിൽ നിന്ന് ഇത്ര പ്രതീക്ഷിക്കുന്നു, ഒരു 80% റിസൾട്ട് നിങ്ങളിൽ നിന്ന് കിട്ടണം, 80% ബെറ്റർ ആയിട്ട് വേണം നിങ്ങൾ നിങ്ങളുടെ ക്ലാസ്സുകൾ പെർഫോം ചെയ്യാനായിട്ട്. ആ സ്റ്റാൻഡേർഡ് നമ്മളോട് പറഞ്ഞു തരുന്നു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, അതിനനുസരിച്ച് പ്രവർത്തിക്കണം അല്ലെ. അതിനനുസരിച്ച് ഞാൻ എന്റെ സ്ട്രെങ്ത്, അതുപോലെ എനർജി, അതുപോലെ എന്താ പറയാ ഫേഷ്യൽ എക്സ്പ്രഷൻസ്, ഒത്തിരി ഫാക്ടേഴ്സ് ഉണ്ട്. ഇതെല്ലാം നമ്മൾ അതനുസരിച്ച് കൊണ്ടുവരണം എന്റെ ക്ലാസ്സിലേക്ക്. മനസ്സിലായോ? പഠിപ്പിക്കുന്നതിന് ആ രീതിയിലേക്ക് നമ്മൾ വളരെ ഹാപ്പി മോഡിൽ നമ്മൾ ഹാപ്പി ആയിട്ട് ഇരുന്ന് പഠിപ്പിക്കണം അല്ലെ. അതൊക്കെ നമ്മൾ എന്ത് ചെയ്യും, അതനുസരിച്ച് കൊണ്ടുവരാം. അതിന് വേണ്ടിയിട്ട് എംപ്ലോയീസിനോട് അത് കൺവേ ചെയ്തു. അത് 2ാമത്തെ സ്റ്റെപ്പ്. ഇനി അത് കഴിഞ്ഞിട്ട് എന്താണ്, നമ്മളുടെ റിയൽ പെർഫോമൻസ് അവർ മെഷർ ചെയ്യും. എന്താണ് മെഷറിംഗ് ഓഫ് റിയൽ പെർഫോമൻസ്? അതെങ്ങനെ മെഷർ ചെയ്യാം? ക്ലാസ്സുകളുടെ എന്താ പറയാ റിവ്യൂസ്. ചില കുട്ടികളൊക്കെ ഇതിന്റെ റിവ്യൂ ഒക്കെ അവിടെ ഇങ്ങനെ ക്ലാസ്സിലിടും. ടീച്ചറെ ക്ലാസ് സൂപ്പറാണ്, അതാണ് ഇതാണ്, ചില ക്ലാസ്സിൽ ഇച്ചിരി വേറാണ്, അതാണ് ഇതാണ്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടു. അപ്പൊ ഫ്രം ദാറ്റ് റിവ്യൂസ് ചിലപ്പോ ഒരു 10 പേരില് എത്ര പേരാണ് നല്ല റിവ്യൂസ് കേൾക്കാൻ, എത്ര പേര് മോശം കമന്റ് ഇട്ടിട്ടുണ്ട്, ഇതൊക്കെ നോക്കാൻ പറ്റും. അതുപോലെ ഡ്രോപ്പ് ഔട്ട് ചെയ്ത് വരുന്നവരോട് പോകുന്നുണ്ടോ? ആ ഡ്രോപ്പ് ഔട്ട് ചെയ്ത് പോകുന്നില്ല. ദിവസം ചെല്ലുമ്പോൾ എന്ത് ചെയ്യുന്നു, ആളുകളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നു. അടുത്ത പുതിയ ബാച്ചസ് നമുക്ക് തുടങ്ങാൻ പറ്റുന്നു. കുട്ടികൾ വേറെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അവിടെയാണ് ഞങ്ങൾ പഠിച്ചത്, അങ്ങനെ കൂടുതൽ വരുന്നു. സോ ഇതൊക്കെ നമുക്ക് കിട്ടുന്ന ഒരു ഫീഡ്ബാക്ക്. ഈ ഫീഡ്ബാക്കിൽ നിന്ന് നമുക്കറിയാം ടീച്ചേഴ്സിന്റെ പെർഫോമൻസ് ഗുഡ് ആണോ ബാഡ് ആണോ എന്ന്. ഓക്കെ, അപ്പൊ ആ സ്റ്റാൻഡേർഡിൽ നിന്ന് നമ്മൾ അവരുടെ ആക്ച്വൽ മെഷർമെന്റ്, പെർഫോമൻസിന്റെ മെഷർമെന്റ് എടുക്കുന്നു. ഇതിനുശേഷം എന്ത് ചെയ്യും, ആക്ച്വൽ പെർഫോമൻസ് മെഷർ ചെയ്താൽ എന്ത് ചെയ്യും, ഇറ്റ് വിൽ ബി കമ്പയർഡ് ടു ദ സ്റ്റാൻഡേർഡ്. നേരത്തെ അവർ ഉറപ്പിച്ച അല്ലെങ്കിൽ തീരുമാനിച്ചു വെച്ചിരിക്കുന്ന സ്റ്റാൻഡേർഡുമായിട്ട് കമ്പയർ ചെയ്യും. കമ്പയർ ചെയ്യുമ്പോൾ എന്താണ്, ഓക്കെ 80% നമ്മൾ പറഞ്ഞു, പക്ഷെ ടീച്ചർ അത് 90% ആണ് സ്കോർ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ടീച്ചറുടെ പെർഫോമൻസ് നമ്മൾ പ്രതീക്ഷിച്ചതിൽ നിന്ന് 10% കൂടുതൽ പെർഫോമൻസ് ആണ് ടീച്ചറിന്റേത് ഇവിടെ കിട്ടിയിരിക്കുന്നത്. സോ റിസൾട്ട് ഈസ് ലൈക്ക് ദാറ്റ്. അതുപോലെയാണ് ടീച്ചറിന്റെ ക്ലാസ്സുകളെ കുറിച്ചിട്ടുള്ള കമന്റുകൾ. അല്ലെങ്കിൽ കണ്ടിന്യൂ. അപ്പൊ നോക്കി ആക്ച്വൽ പെർഫോമൻസും സ്റ്റാൻഡേർഡ് നോക്കി, നമ്മൾ 80% പറഞ്ഞത് 50%ലേക്ക് ടീച്ചർ എത്തിയിട്ടുള്ളൂ. 50% റിസൾട്ട് ടീച്ചറിൽ നിന്നുള്ളൂ. ഓക്കെ, ഇതൊക്കെ പെർഫോമൻസ് അപ്രൈസലാണ്, ഇതൊക്കെ വിലയിരുത്തുന്ന രീതിയാണ്. അതിനുശേഷം ആ കിട്ടിയ റിസൾട്ട് നമ്മൾ ആക്ച്വലും സ്റ്റാൻഡേർഡുമായിട്ടൊക്കെ കമ്പയർ ചെയ്ത് നോക്കി. റിസൾട്ട് ഷുഡ് ബി ഓൾസോ കമ്പയർഡ് വിത്ത് ദ എംപ്ലോയീസ്. ആ റിസൾട്ട് എന്ത് ചെയ്യുന്നു, എംപ്ലോയിനെ അറിയിക്കണം. അത് പോസിറ്റീവ് റിസൾട്ട് ആകാം, നെഗറ്റീവ് ആകാം. പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ, നല്ല പെർഫോമൻസ് ആണ്, നിങ്ങളുടെ ക്ലാസ്സുകളെ കുറിച്ച് ഭയങ്കര അഭിപ്രായമാണ്, അതാണ് ഇതാണ്, അതൊരു പോസിറ്റീവ് റിസൾട്ട് ആണ്. അതേസമയം നേരെ വരച്ച് ടീച്ചറിനോട് കുറച്ചും കൂടി ഒന്നുകൂടി മേക്കപ്പ് ചെയ്യാൻ പറയണം, അത്ര പോലെ കുറച്ചും കൂടി ഒന്നുകൂടി നല്ലതായിട്ട് വരണം, കുറച്ചും കൂടി പ്രിപ്പയർഡ് ആയിട്ട് വരണം, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് അങ്ങനെയാണ്. അപ്പൊ ഏത് വേണമെങ്കിലും ആകാം, നെഗറ്റീവ് ആക്കാം, പോസിറ്റീവ് ആക്കാം. ആ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് അത് എന്തായാലും എംപ്ലോയീസിനെ അറിയിക്കണം അല്ലെ, അറിയിക്കണം. നല്ലവിടെ അറിയുള്ളൂ. അപ്പൊ ഇത്രയും കഷ്ടപ്പെട്ടാന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി നല്ല രീതിയിൽ എന്താ പറയാ നമ്മൾ പഠിച്ച് മനസ്സിലാക്കി കാര്യങ്ങൾ വ്യക്തതയോടെ പറഞ്ഞു കൊടുക്കാനായിട്ട് പ്രിപ്പയർഡ് ആയിട്ട് വരണമെന്ന് അപ്പൊ ആർക്ക് തോന്നും, എംപ്ലോയീസ് തോന്നും. അപ്പൊ ആ രീതിയിലേക്ക് അവരെ കൊണ്ടുവരാൻ വേണ്ടി അതവരോട് അറിയിക്കണം. ഇനി ഒന്നുമല്ല എങ്കിൽ ഇറ്റ് ഈസ് ടു മേക്ക് സം കറക്റ്റീവ് ആക്ഷൻസ്. എന്ത് ചെയ്യാം, അതൊന്നും പറ്റിയില്ല എന്നിട്ട് പറഞ്ഞു നമ്മൾ വീണ്ടും അവരുടെ പെർഫോമൻസ് നോക്കി, പക്ഷെ എന്നിട്ടും അവിടെ തന്നെയാണെങ്കിൽ നമുക്ക് അതിനുള്ള തീരുമാനങ്ങൾ എടുക്കണം, കറക്റ്റ് ചെയ്യാനുള്ള മെഷേഴ്സ് എടുക്കണം. ചിലപ്പോൾ ആളെ മാറ്റേണ്ടി വരാം, അതല്ല എങ്കിൽ അതിന് പകരം വീണ്ടും വേറെ ഏതെങ്കിലും തരത്തിലുള്ള ട്രെയിനിങ് കൊടുക്കേണ്ടി വരും. അതിനുള്ള ആക്ഷൻസ് നമ്മൾ കണ്ടിന്യൂ ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് പെർഫോമൻസ് അപ്രൈസലിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന പ്രൊസീജിയേഴ്സ്. അപ്പൊ എന്തൊക്കെയാണ്, establish standard establish ചെയ്യാൻ, convey the performance expectations to the employees ന്റെ പെർഫോമൻസ് ഇത്രയൊക്കെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നതെന്ന് എംപ്ലോയീസിനോട് കൺവേ ചെയ്യുക. Then measure the real performance. അതിനുശേഷം ആക്ച്വൽ അല്ലെങ്കിൽ റിയൽ പെർഫോമൻസ് മെഷർ ചെയ്യുക. ആക്ച്വൽ പെർഫോമൻസും സ്റ്റാൻഡേർഡുമായിട്ട് കമ്പയർ ചെയ്യാം. അതിനുശേഷം ഡിസ്കസ് അപ്രൈസൽ വിത്ത് ദ എംപ്ലോയീസ്. അപ്രൈസൽ എംപ്ലോയീസുമായിട്ട് ഡിസ്കസ് ചെയ്യാം. ഇഫ് നെസസറി ടേക്ക് കറക്റ്റീവ് ആക്ഷൻസ്. ആവശ്യമെങ്കിൽ എന്ത് ചെയ്യണം, കറക്റ്റീവ് ആക്ഷൻസ് എന്താ പറയാ തിരുത്താനുള്ള നടപടികൾ സ്വീകരിക്കണം. കൂടുതൽ ട്രെയിനിങ് കൊടുക്കണോ അല്ലെങ്കിൽ ആളെ റിമൂവ് ചെയ്യണം. ക്ലിയർ ആയോ? എന്നെ തന്നെ വെച്ച് ഞാൻ ഇവിടെ എക്സാമ്പിളൊക്കെ പറഞ്ഞത്, എന്നിട്ട് മനസ്സിലായോ ഇല്ലയോ? പെർഫോമൻസ് അപ്രൈസൽ ഒന്ന് വായിച്ചു നോക്കിയ വേഗം.
വായിച്ചു നോക്ക് വേഗം. പെർഫോമൻസ് അപ്രൈസലിന്റെ അണ്ടർലൈൻ ചെയ്യണം കേട്ടാ. എ പെർഫോമൻസ് അപ്രൈസൽ ഈസ് എ പ്രോസസ് എന്ന് തുടങ്ങി റിക്വയർമെന്റ്സ് വരെ അണ്ടർലൈൻ ചെയ്യണം. പിന്നെ ആ പോയിന്റുകൾ പെർഫോമൻസ് ഇവാലുവേഷൻ പ്രോസസ്സിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന പോയിന്റുകൾ കേട്ടോ. ക്ലിയർ ആയോ? ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് കിടക്കാണ്. ആ കുഞ്ഞു പറഞ്ഞപ്പോൾ അതൊന്ന് പറഞ്ഞേക്കാം. 6 മിനിറ്റ് ഉണ്ട്, വെറുതെ സമയം കളയണ്ടല്ലോ. അടുത്തത് മോട്ടിവേഷൻ ആണ്. മോട്ടിവേഷൻ കേട്ടോ? മോട്ടിവേഷൻ കേട്ടോ എല്ലാവരും? എന്താണ് മോട്ടിവേഷൻ? മോട്ടിവേറ്റഡ് ആക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ഭയങ്കരമായ ഒരു പ്രചോദനം, ഉൾപ്രചോദനം ഒക്കെ കൊടുക്കുക അല്ലെ? യെസ്, നമ്മളെ കുറച്ചുകൂടി കൂടുതൽ കോൺഫിഡന്റ് ആക്കാൻ വേണ്ടി, നമ്മളെ കുറച്ചുകൂടി ആക്റ്റീവ് ആക്കാൻ വേണ്ടി, കുറച്ചുകൂടി എഫക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ടുള്ള ചില കാര്യങ്ങൾ, അതിന് വേണ്ടി കൊടുക്കുന്ന ഒരു ബൂസ്റ്റിംഗ് ആണ് ശരിക്കും പറഞ്ഞാൽ മോട്ടിവേഷൻ എന്ന് പറയുന്നത്. ദ ഗോൾസ് ഓഫ് എനി ഇൻഡിവിജ്വൽ ഓർ ഓർഗനൈസേഷൻ, ഒരു ബിസിനസ് ഓർഗനൈസേഷനിൽ ജോലി ചെയ്യുന്ന എംപ്ലോയീസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ആ ഓർഗനൈസേഷൻ ആയിക്കോട്ടെ, അവരുടെ ഗോൾസ്, അവരുടെ ലക്ഷ്യങ്ങള് എങ്ങനെ നമുക്ക് നേടിയെടുക്കാൻ പറ്റുക? എല്ലായ്പ്പോഴും സ്മൂത്ത് ആയിട്ട് നമുക്ക് നേടിയെടുക്കാൻ പറ്റില്ല. ചില സമയത്ത് ഇറ്റ് ക്യാൻ ബി അറ്റൈൻഡ് ഓൺലി ബൈ പെർസ്വേഡിംഗ് വർക്കേഴ്സ് ഓർ ടു മേക്ക് ദം പ്രൊഡക്റ്റീവ് പെർഫോമൻസ്. അവരുടെ ഓർഗനൈസേഷനിൽ ജോലി ചെയ്യുന്ന ആളുകളുടെ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള പെർഫോമൻസ് എന്ന് വെച്ചാൽ വളരെ ഉത്പാദനക്ഷമതയുള്ള അവരുടെ പ്രവർത്തനങ്ങൾ കൊണ്ടുവരണമെങ്കിൽ അവരെ എന്ത് ചെയ്യണം? വർക്കേഴ്സിനെ പെർസ്വേഡ് ചെയ്യണം. എന്ത് ചെയ്യണം? ഇൻസ്പിറേഷൻസ് കൊടുക്കണം, ഇങ്ങനെ പ്രചോദിപ്പിച്ചുകൊണ്ടിരിക്കണം. എന്നാൽ മാത്രമേ ഓർഗനൈസേഷൻ അതിന്റെ ലക്ഷ്യം നേടാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ള ആ ഒരു പ്രചോദനം, അതിനെയാണ് നമ്മൾ മോട്ടിവേഷണൽ പ്രോസസ് എന്ന് വിളിക്കുക. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മോട്ടിവേഷണൽ പ്രോസസ്. ഈ മോട്ടിവേഷണൽ പ്രോസസ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ കണ്ടിന്യൂയിങ് ആക്ടിവിറ്റി. ഒറ്റ സമയം കൊണ്ട് തീർക്കാൻ പറ്റില്ല, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കണം. അതാണ് പ്രശ്നം. എന്നാൽ മാത്രമാണ് ഒബ്ജക്റ്റീവ്സ് ക്യാൻ ബി അറ്റൈൻഡ്. ഏത് ഓർഗനൈസേഷനും അതിന്റെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ലക്ഷ്യം നേടിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഓർഗനൈസേഷന്റെ ലക്ഷ്യം നേടിയെടുക്കാൻ ഇടയ്ക്കിടയ്ക്ക് ഒരു കണ്ടിന്യൂവേഷൻ ഓഫ് ആക്ടിവിറ്റിയാണ്, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം. ആൻഡ് ഇറ്റ് അട്രാക്ട്സ് ആൻഡ് ഓൾസോ ബിഗിൻസ് ആക്ഷൻസ്. നമുക്ക് ആ പ്രവർത്തനങ്ങൾ എന്ത് ചെയ്യുക? ഇടയ്ക്കിടയ്ക്ക് വർക്കേഴ്സിനെ അട്രാക്ട് ചെയ്യാൻ, അവരെ ആകർഷിക്കാനും അവരെ എന്താ പറയാ കൂടുതൽ കൂടുതൽ മോട്ടിവേറ്റഡ് ആക്കാനും ഒക്കെ വേണ്ടിയിട്ട് നമ്മൾ ഈ പറയുന്ന മോട്ടിവേഷണൽ പ്രോസസ്സുകൾ നടത്തിക്കൊണ്ടിരിക്കുക. മോട്ടിവേഷൻ എന്ന് പറയുന്നത് ആളുകളുടെ പ്രൊഡക്റ്റീവ് പെർഫോമൻസ് കൊണ്ടുവരാൻ വേണ്ടി, വർക്കേഴ്സിന്റെ പ്രൊഡക്റ്റീവ് പെർഫോമൻസ് പുറത്തേക്ക് കൊണ്ടുവരാൻ നടത്തുന്ന ഒരു പ്രൊസീജിയർ, ഒരു പ്രോസസ്. അതിനെയാണ് നമ്മൾ മോട്ടിവേഷണൽ പ്രോസസ് എന്ന് വിളിക്കുക കേട്ടോ. ആ ഫസ്റ്റ് സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്യാം. The goals of the individuals and the organization can be attained through persuading workers towards productive performance. It is called motivational process. മോട്ടിവേഷണൽ പ്രോസസ് എന്ന് പറയുന്നത് വരെ അണ്ടർലൈൻ ചെയ്യും. പെർസ്വേഡ് എന്ന് പറഞ്ഞാൽ പ്രചോദിപ്പിക്കുക, പെർസ്വേഡ് ചെയ്യുക, ഇങ്ങനെ ഇൻസ്പിറേഷൻ കൊടുത്തുകൊണ്ടിരിക്കുക, പ്രചോദനം. അതാണ് വർക്കേഴ്സിനുള്ള പ്രചോദനമാണ്. ക്ലിയർ ആയോ? മോട്ടിവേഷണൽ പ്രോസസ് ആ ഫസ്റ്റ് സെന്റൻസ് പ്രോസസ് വരെ അണ്ടർലൈൻ ചെയ്യാം. സോ ഇറ്റ്സ് ഇമ്പോർട്ടന്റ്. മോട്ടിവേഷൻ എന്ന് പറയുന്നത് ഒരുപാട് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്ത് എന്താ പറയാ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ഉണ്ട് കേട്ടോ. അപ്പൊ അതൊക്കെ അണ്ടർലൈൻ ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ക്ലാസ് പോകുന്ന അതേ സമയത്ത് തന്നെ നമ്മൾ അണ്ടർലൈൻ ചെയ്ത് പോകുന്നുണ്ട്. അല്ലെങ്കിൽ ലാസ്റ്റ് വരുമ്പോൾ കുറെ കൂടി ആയിട്ട് നിൽക്കും. ഓക്കെ, ഞാൻ ഇവിടെ വെച്ച് നിർത്താണ്. ഒബ്ജക്റ്റീവ്സ് ഓഫ് മോട്ടിവേഷൻ ഇനി തുടങ്ങി കഴിഞ്ഞാൽ 2-3 മിനിറ്റ് ഞാൻ എടുക്കേണ്ടി വരും. അതുകൊണ്ട് വേണ്ട. അപ്പോ ഇവിടെ വരെ നിങ്ങളിന്ന് പഠിച്ചിട്ട് വരാം. ഓക്കെ, നമ്മൾ ഇന്ന് പഠിച്ചത് തുടങ്ങി. ഇന്ന് എംപ്ലോയി ട്രെയിനിങ് നിന്നാണ് പഠിച്ചു തുടങ്ങിയ. എംപ്ലോയി ട്രെയിനിങ് തുടങ്ങി
അതിനകത്ത് എംപ്ലോയി ട്രെയിനിങ്ങിനകത്ത് വരുന്ന സ്റ്റെപ്സ് നമ്മൾ പറഞ്ഞു. പിന്നെ 2 രീതിയിൽ ട്രെയിനിങ്ങിന്റെ മെത്തേഡുകൾ നമ്മൾ പറഞ്ഞു. ഓൺ ദ ജോബും ഓഫ് ദ ജോബും. ഓൺ ദ ജോബിന് JIT ജോബ് ഇൻസ്ട്രക്ഷൻ ട്രെയിനിങ്ങും അതുപോലെ അപ്രന്റീസ്ഷിപ്പും. ഓഫ് ദ ജോബ് ട്രെയിനിങ്ങിൽ 8 വേറെ പറഞ്ഞിട്ടുണ്ട്, അത് പഠിക്കാം. പെർഫോമൻസ് അപ്രൈസൽ എന്താണെന്നും അതിനകത്ത് വരുന്ന പ്രോസസ്സുകൾ എന്തൊക്കെയാണെന്നും നമ്മൾ പറഞ്ഞു. മോട്ടിവേഷണൽ കുഞ്ഞു സെന്റൻസ് ഇവിടെ വരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. സോ അടുത്ത ദിവസം നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കി വരാം. ഓക്കെ ഓക്കെ, സീ യു, ടേക്ക് കെയർ, ബൈ, താങ്ക് യു. Okay, thank you.